Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ കോട്ട കിട്ടി വലിയ ഒരു ശക്തി കൊണ്ട് നിറയപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സ്വർഗത്തിൻ്റെ നിലവിളിക്ക് ഉത്തരം പോലെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോൾ നീ വിശ്വസിക്കുക, നിനക്ക് വേണ്ടി സ്വർഗം നൽകുന്ന സന്ദേശമാണ്. Praise the Lord. Hallelujah. 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 തീക്ഷ്ണതയോടുകൂടെ തുടർന്നുള്ള സമയം ദൈവമേ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെയും കുടുംബത്തെയും ദൈവത്തിന്റെ ആത്മാവ് സ്പർശിക്കണമെന്ന് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട ദൈവജനമേ, ഈ സമയത്തിന്റെ ആരംഭ സമയം സാധിക്കുമെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ, ഞങ്ങളുടെ അന്തരീക്ഷത്തെ മുഴുവൻ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അത്ഭുതങ്ങളുടെ വിടുതലിന്റെ മണിക്കൂറാണ്. ദൈവം നിന്റെ ജീവിതത്തെ സ്പർശിക്കും. നീ വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും. ഇത് സ്വർഗം നൽകിയിട്ടുള്ള വാഗ്ദാനമാണ്. ഈ വാഗ്ദാനത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണം. ആത്മാവേ, കത്തിപ്പടരണം. എൻ്റെ ഉള്ളിലുള്ള പാപത്തിന്റെ പൈശാചിക പീഡകളുടെ എല്ലാ തിന്മയുടെ സ്വഭാവ ദൂഷ്യങ്ങളെയും തകർത്തെറിയുന്ന ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. ആത്മാവാൽ നിറയണമേ. ചേർന്ന് എല്ലാവരും പാടി പ്രാർത്ഥിക്കട്ടെ. ആത്മീയ ജ്വലനം ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല ദൈവജനത്തിന്റെ മേലും വ്യാപരിക്കപ്പെടുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടുകൂടെ പാടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ സമയത്ത് നിങ്ങൾ കുടുംബങ്ങളായിട്ടാണ് പങ്കെടുക്കുന്നതെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാവരെയും ഈ ശുശ്രൂഷ സമയത്ത് കൂട്ടായ്മയിൽ വിളിച്ചു ചേർത്ത് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ഇടപെടും. നിന്റെ ജീവിതത്തിൽ ഇത് വിടുതലിന്റെ രാത്രിയാണ്. കർത്താവ് ഇടപെടുന്ന രാത്രിയാണ്. ആമേൻ. ആമേൻ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആമേൻ. ആമേൻ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിടപെടണമേ. തുറന്നിറങ്ങി നീ വരണേ. യേശുവേ, ആത്മാവം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹത്തോടെ പാടാമോ? ആത്മാവം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആമേൻ. രക്തത്താൽ അഭിഷേകം ചെയ്യണേ. യെസ്. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. രക്തത്താൽ അഭിഷേകം ചെയ്യണേ. ആമേൻ. ആമേൻ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ഈ സമയം തന്നെ ആത്മാവം ദൈവമേ വരണേ. ആത്മാവേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈ സമയം തന്നെ ആത്മാവം ദൈവമേ വരണേ. വരണമേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ സാധിക്കുന്ന എല്ലാവരും രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ, യേശുവേ, ആവാപിതാവേ, ആഗ്രഹിച്ച് ദാഹിക്കട്ടെ. ഈ രാത്രി നിന്റെ കുടുംബത്തിന്റെ മേലുള്ള പൈശാചിക പീഡകളെ പരിശുദ്ധാത്മാവ് തകർത്തെറിയുന്ന സമയം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവ് കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ. വിടുതലിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. ആമേൻ. 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 ഒരു പുതു സൃഷ്ടിയായിട്ട് എന്നെ മാറ്റണമേ. ആത്മാവാം ദൈവമേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈ സമയം തന്നെ ആത്മാവാം ദൈവമേ വരണേ. ലോകമെമ്പാടും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനത്തിന്റെ മേല് പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കട്ടെ. ഈ രാത്രി നിന്റെ ജീവിതത്തിലെ തിന്മയുടെ മേൽ ദൈവത്തിന്റെ ശക്തിയുടെ ആധിപത്യം വരട്ടെ. ആമേൻ.
പരിശുദ്ധാത്മാവ് നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. പരിശുദ്ധാത്മാവ് തീക്കാറ്റായി കൊടുങ്കാറ്റായി പന്തക്കുസ്താ ദിവസം പറന്നിറങ്ങിയ അതേ ആത്മാവ് നമ്മുടെ കുടുംബങ്ങളെ സ്പർശിക്കട്ടെ, കുടുംബങ്ങളെ സ്പർശിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. കൃപയ്ക്കുമേൽ കൃപ, കൃപയ്ക്കുമേൽ കൃപ, കൃപയ്ക്കുമേൽ കൃപ, കൃപയ്ക്കുമേൽ കൃപ, കൃപയ്ക്കുമേൽ കൃപ, കൃപയ്ക്കുമേൽ കൃപ, കൃപയ്ക്കുമേൽ കൃപ. കെട്ടഴിയുന്ന തിന്മയ്ക്കുമേൽ ആധിപത്യമുള്ള ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുന്ന ഈ അനുഗ്രഹത്തിന്റെ സമയം, ഈ രാത്രി സ്വർഗം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നൽകിയിരിക്കുന്നത് നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിന്റെ കുടുംബത്തെ ദൈവം സ്പർശിക്കാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന്റെ അഭിഷേകത്തിന്റെ സമയം. ആമേൻ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന തിന്മയ്ക്കുമേൽ ദൈവത്തിന്റെ ആധിപത്യം വ്യാപരിക്കപ്പെടുന്ന അത്ഭുത സമയം. ആമേൻ. സാധിക്കുന്ന എല്ലാവരും തുടർന്നുള്ള സമയം വിശുദ്ധ ഗ്രന്ഥമൊക്കെ എടുത്ത് വചനം പഠിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ ശക്തി, തിന്മയ്ക്കുമേലൊരു ആധിപത്യം ഈ രാത്രി സംഭവിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വസ്ഥമായി നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഇരിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതലുള്ള തിരുവചനം നമുക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള തിരുവചനമാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 19 വേഴ്സ് 3 to 6 നമ്മൾ വായിച്ച് ഈ ശുശ്രൂഷയിലേക്ക് വലിയൊരു അഭിഷേകം കർത്താവ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഫരിസേയർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും ഇട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം നിന്നെ പഠിപ്പിക്കുകയാണ്. ദൈവം യോജിപ്പിച്ചത്. ആര് യോജിപ്പിച്ചത്? ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നിന്റെ ഹൃദയത്തിനുള്ളിൽ ഈ രാത്രി എഴുതി വെക്കപ്പെടേണ്ട, പലതവണ നിന്നോട് തന്നെ നീ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട വചനം, ദൈവം യോജിപ്പിച്ചതാണോ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വചനം ഈ രാത്രി നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ ലോകത്തെ പ്രാർത്ഥനയുടെ ആ വലിയ ചങ്ങല കൊണ്ട് ചേർത്ത് വെക്കുമ്പോൾ ഒരു കാര്യം നീ ഓർപ്പിക്കണം. ഈ വചനം നിന്നോട് ചില വ്യക്തിപരമായ കാര്യം പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നിനക്ക് ചുറ്റും നടക്കുന്ന അനേക സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നീ ധ്യാനിക്കുക. ഗാർഹിക പീഡന മരണങ്ങൾ നിന്റെ ചുറ്റിനും സംഭവിക്കപ്പെടുമ്പോൾ, കുടുംബങ്ങളെക്കുറിച്ച് ചർച്ചകൾ പല തരത്തിൽ നീ കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു. നിന്റെ നിലപാടെന്താണ്? കുടുംബത്തെക്കുറിച്ച് നിന്റെ നിലപാടെന്താണ്? കാരണം ഒത്തിരിയേറെ വ്യക്തികൾ കുടുംബങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സമയം പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നിന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. 2 ദിവസമായിട്ടുള്ളൂ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞ പെൺകുട്ടി, അവൾ കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛനറിയാമല്ലോ എൻ്റെ കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞു അച്ഛാ, വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ്.
ഞാൻ പറഞ്ഞു അതുകൊണ്ട് അച്ഛാ കാലം മാറി, കഥ മാറി, ജീവിത രീതി മാറി. അപ്പം അതുകൊണ്ട് പണ്ടത്തെ പോലെ സഹിച്ചു നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അച്ഛൻ ഞാനൊന്ന് ഇറങ്ങിപ്പോയാലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ്റെ അഭിപ്രായം എന്താ? അതായത് കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ. അവളുടെ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങൾ. അവളുടെ തലയ്ക്കകത്ത് ഇപ്പോൾ ഉള്ള ചിന്ത എന്താണെന്നറിയോ? അച്ഛാ ഞാനൊന്ന് ഇറങ്ങിപ്പോയാലോ? കാരണം അവൾ വായിക്കുന്ന വാർത്തകളൊക്കെ അവളുടെ ചിന്തയെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എടി, നിന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ഇറങ്ങിപ്പോക്കോ. നിനക്ക് നിന്റെ ജീവിതമല്ലേ വലുത്. പ്രിയപ്പെട്ടവർ, ഒരു പക്ഷേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുടെ ഉള്ളിൽ അനേക ചോദ്യങ്ങളുണ്ടാവാം. ചിലരുടെ ഉള്ളിൽ വിമർശനാത്മകമായിട്ടുള്ള ചില അഭിപ്രായങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ സഹിച്ചു നിൽക്കണോ? ഒരു വ്യക്തിക്ക് വ്യക്തി സ്വാതന്ത്ര്യമില്ലേ? സ്ത്രീക്ക് സ്ത്രീ സ്വാതന്ത്ര്യമില്ലേ? പുരുഷന് പുരുഷ സ്വാതന്ത്ര്യമില്ലേ? അടിമയായി ജീവിക്കണോ? 100,000 ചോദ്യങ്ങൾ നിന്റെ തലയ്ക്ക് മുകളിൽ ഒഴുകുമ്പോൾ വചനം വീണ്ടും നിന്നെ പഠിപ്പിക്കുന്നു. ദൈവം യോജിപ്പിച്ചത് ആര് വേർപെടുത്തരുത്? മനുഷ്യൻ വേർപെടുത്തരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു കുടുംബത്തിൽ പിറന്നതല്ലേ? നമുക്കൊക്കെ കുടുംബങ്ങളുണ്ട്. അത് അച്ഛനായാലും കന്യാസ്ത്രീ ആയാലും ഈ ഭൂമിയിൽ ആരായാലും ഓർത്തോണം, ഏതെങ്കിലുമൊക്കെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ്. തകർച്ചകളും ദുഃഖങ്ങളും ജീവിതത്തിൻ്റെ ക്ലേശങ്ങളും ഒട്ടനവധി. ഇട്ടിട്ട് പോകാനാണെങ്കിൽ പണ്ടേ പോയിക്കൂടെ? പ്രിയപ്പെട്ടവരെ ഉപേക്ഷിക്കാൻ എളുപ്പമാണ്, കളയാൻ എളുപ്പമാണ്. പക്ഷേ കുടുംബങ്ങൾ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇച്ചിരി കഷ്ടപ്പാടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ വായിച്ചു ധ്യാനിക്കാൻ ഒരു സുന്ദരമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു നമുക്ക് മുമ്പിൽ നൽകുന്ന ഒരു സംഭവമുണ്ട്. അത് വളരെ പരിചയമുള്ള സക്കേവുസാണ്. സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ആ ബൈബിളും തുറന്നേ. നമ്മുടെ ലൂക്കാ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 8-ാം വചനം ഒന്ന് വായിക്കുക. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 19 വേഴ്സ് 8. നമുക്കറിയാം സക്കേവുസിന്റെ അനുഭവം. അതിൽ കൃത്യമായി ഒരു കാര്യം ഇതാ വചനത്തിൽ പറയുന്നു. സക്കേവുസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എവിടെ വെച്ചാ സക്കേവുസ് ഈ കാര്യം പറഞ്ഞേ? അവന്റെ വീട്ടിൽ വെച്ച്, സിക്കമൂർ മരത്തിൽ വെച്ച് പറഞ്ഞു തീർക്കാമായിരുന്ന ഒരു കാര്യം ഈശോ അവനെ വിളിച്ച് അവന്റെ വീട്ടിൽ കൊണ്ടു ചെന്നപ്പോ യേശുവിന്റെ മുമ്പിൽ അവൻ ആദ്യം വിളിച്ചു പറഞ്ഞ കാര്യം, കർത്താവേ, ഞാൻ ഇതാ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത പ്രവർത്തികൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണ്. സക്കേവുസ് എപ്പോഴാണോ ഈ കാര്യം പറഞ്ഞത്, തൊട്ടടുത്ത വചനം വായിച്ചേ. 19-ാം അധ്യായം 9-ാം തിരുവചനം. വചനത്തിൽ പറയുന്നു, യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു, ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷ ഒരു കുടുംബത്തിന് ലഭിച്ചത് എപ്പോഴാ? ആ കുടുംബത്തിലെ ഒരു കുടുംബാംഗം പരിത്യാഗം ചെയ്യാൻ, ത്യാഗം ചെയ്യാൻ തയ്യാറായപ്പോൾ. നിന്റെ കുടുംബത്തിന് രക്ഷ വേണോ? ഒറ്റ കാര്യം ഓർത്തോ, പരിത്യാഗം ചെയ്യാൻ, ത്യാഗം ഏറ്റെടുക്കാൻ ആരെങ്കിലും വീട്ടിലുണ്ടാവണം, നിർബന്ധം. നീ ഈ രാത്രി ചിന്തിച്ചോ, നിന്റെ വീട്ടില് പരിത്യാഗത്തിന്, സഹനത്തിന് തയ്യാറായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കുടുംബം നിലനിൽക്കും. ആത്മാർത്ഥമായിട്ട് നീ ചിന്തിക്കുമ്പോൾ നിനക്കൊരു കാര്യം വെളിപ്പെടും. പരിശുദ്ധാത്മാ വെളിപ്പെടുത്തി തരും. എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ വീട് നിലനിൽക്കുന്നതിൻ്റെ പിന്നിൽ ആരുടെയൊക്കെയോ കണ്ണീര്, സഹനം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സത്യമാണ്.
നമ്മളെപ്പോഴും കാണുന്നതും കേൾക്കുന്നതും ആഘോഷങ്ങളെക്കുറിച്ചാണ്. പക്ഷേ അതിൻ്റെ പുറകിൽ ഒരു പക്ഷെ നിന്റെ വീട്ടിലൊരു കിടപ്പ് രോഗിയാവാം. ആ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ആവാം. ആരോ ഉണ്ട്. ആമേൻ. പരിത്യാഗം ചെയ്യാൻ, സഹനം ഏറ്റെടുക്കാൻ തയ്യാറാണോ എങ്കിലേ കുടുംബം നിലനിൽക്കുകയുള്ളൂ. ആമേൻ. കളയാൻ ഇട്ടിട്ട് പോകാൻ എളുപ്പമാണ്. യോഹന്നാൻ മനോഹരമായിട്ട് യേശുവിനെ അവതരിപ്പിച്ചത് സ്നേഹത്തോട് ചേർത്താണ്. ഈ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ കുറിച്ചു വച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വചനമുണ്ട്. സാധിക്കുന്നവര് ആ ബൈബിള് തുറന്നേ. യോഹന്നാന്റെ 1-ാം ലേഖനം, 1 John chapter 2 verse 2, 2-ാം അധ്യായം 2-ാം തിരുവചനം. ചെറിയൊരു വചനം, പക്ഷേ ഈ രാത്രി നിന്റെ കണ്ണ് തുറപ്പിക്കുന്ന, നിന്റെ കുടുംബത്തിന്റെ തകർച്ചകൾക്ക് മേൽ ഉത്തരം നൽകുന്ന ഒരു വചനമാണ്. ഒന്ന് വായിച്ചു നോക്കിക്കേ. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അവൻ ആരാ? ഈ അവൻ യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. എന്നിട്ട് അടുത്ത വചനം പറയും നമ്മുടെ മാത്രമല്ല ഈ ലോകം മുഴുവന്റെയും. ഈ രാത്രി പ്രാർത്ഥന കൊണ്ട് ലോകത്തെ സ്പർശിക്കുന്ന ഈ അനുഗ്രഹത്തിന്റെ മണിക്കൂറിൽ നീ ഉറപ്പിച്ചോ, ഈ പരിഹാര ബലി അത് നിന്റെയും കൂടെ ദൗത്യമാണ്. ആമേൻ. ഇതൊരു ആത്മീയ രഹസ്യമാണ്. ആമേൻ. ഇത് മനസ്സിലായില്ലെങ്കിൽ എന്നും നീ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്നും നീ സഹിക്കുന്നോ ഉറപ്പിച്ചോ, അതിൻ്റെ പിന്നിൽ ഒരു പരിഹാര ബലിയുടെ ആത്മീയതയുണ്ട്. യേശുവിൻ്റെ സഹനം, അവൻ്റെ പരിഹാര ബലി, പരിത്യാഗം ലോകം മുഴുവന്റെയും രക്ഷയ്ക്ക് കാരണമായെന്ന് വചനം പഠിപ്പിക്കുന്നെങ്കിൽ നീ വിശ്വസിച്ചു കൊള്ളുക. നിന്റെ സഹനമാണ്, നിന്റെ പരിത്യാഗമാണ് നിന്റെ കുടുംബത്തെ ഇന്ന് പിടിച്ചു നിർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതില്ലെങ്കിൽ കുടുംബം ഇല്ല. അതില്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷമില്ല. എല്ലാ ജീവിതത്തിന്റെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നതിന്റെ പിന്നിൽ ദാ കണ്ണുനീരിന്റെ, സങ്കടത്തിന്റെ, കഷ്ടപ്പാടിന്റെ ഒരു വഴിയുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 സാധിക്കുന്നവരൊക്കെ 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ രാത്രി നീ ഓർത്തുകൊള്ളുക. നീ സഹിക്കുന്നുണ്ടോ എങ്കിൽ നിന്നിലൂടെ കർത്താവ് ഇടപെടുകയാണ് നിന്റെ കുടുംബത്തിൽ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈശോയെ, എന്റെ സഹനത്തിന്റെ മേല് അനുഗ്രഹത്തിന്റെ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. എന്റെ കണ്ണ് തുറപ്പിക്കണമേ. ഞാനൊരു പരിഹാര ബലിയാണെന്ന് ഓ ദൈവത്തിന്റെ ആത്മാവെ എന്നെ ബോധ്യപ്പെടുത്തണമേ. കൈകൾ ഉയർത്തി, സ്വരമുയർത്തി, ദാഹത്തോടെ ഈശോയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. 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 ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ഓ ദൈവമേ, ഓ ദൈവമേ, സ്വർഗം തുറക്കട്ടെ. എന്റെ നിലവിളി സ്വർഗം തുറക്കുന്ന ഒരു നിലവിളിയായിട്ട് മാറട്ടെ. ആരാധന, ആരാധന, ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി എന്റെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ ശക്തമായിട്ട് വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. 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 ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ സഹനമാണ് നമ്മുടെ കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെ കാരണം. തർക്കിക്കാനും വഴക്കുണ്ടാക്കാനും ഉപേക്ഷിക്കാനും കാരണങ്ങളേറെയാണ്. എന്നാൽ അതിനപ്പുറം നീ നിന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന സന്ദേശം ഹൃദയത്തോട് സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് കൃത്യം വ്യക്തമായി ഉത്തരം നൽകും.
ഈ കാലഘട്ടത്തിൽ ചുറ്റുവട്ടത്തിൽ നടക്കുന്ന ഈ ഗാർഹിക പീഡന മരണങ്ങളൊക്കെ ഒരു ചോദ്യചിഹ്നം പോലെ നിന്റെ മുമ്പിൽ നിൽക്കുക. നീ സഹിക്കുന്നുണ്ടാവും, വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ടാവും. ഒരുപക്ഷെ നീ അനുഭവിക്കുന്ന വേദന ഒരു മനുഷ്യനും മനസ്സിലാവില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് കൊണ്ട് നടക്കുമ്പോൾ ചോദ്യം, ഞാൻ എന്തിനിതിങ്ങനെ സഹിക്കണം? എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം, ഞാനെന്ന് പറയുന്ന ജീവിതം ഒക്കെ ഇല്ലേ? ഒറ്റയ്ക്ക് തന്നെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഏറ്റെടുക്കണം. ഒറ്റയ്ക്ക് തന്നെ. അത് അച്ഛനാണെങ്കിലും ഒരു കന്യാസ്ത്രീ ആണെങ്കിലും കുടുംബജീവിതത്തിൽ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ഈ അനുഭവം ഹൃദയത്തിൽ നെഞ്ചോട് ചേർത്ത് കൊണ്ടണം. പരിശുദ്ധാത്മാവ് ഇതിനെ അഭിഷേകമാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പട്ടം സ്വീകരിച്ച ദിവസം, എല്ലാ വൈദികരെ സംബന്ധിച്ചിടത്തോളം പട്ടം സ്വീകരിച്ച ദിവസം, വൈദികനായ ദിവസം മറക്കാൻ പറ്റുമോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും മറക്കാൻ പറ്റില്ല. എന്ത് രസമായിരുന്നു പൗരോഹിത്യ സ്വീകരണ ദിവസം. കാരണം മുമ്പിൽ ജനക്കൂട്ടം, ഇവരെല്ലാവരും വന്നിരിക്കുന്നത് എന്നോടുള്ള സ്നേഹം, അത് മറക്കാൻ പറ്റണില്ല. അതിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഒരു പക്ഷെ നിങ്ങളൊക്കെ ഈ പൗരോഹിത്യ ദിനത്തിൽ പട്ടം കൊടുക്കുന്ന ശുശ്രൂഷ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ പട്ടം കൊടുക്കൽ ശുശ്രൂഷയ്ക്ക് ശേഷം ജനക്കൂട്ടം വന്ന് നമ്മുടെ കൈമുത്തും. അവരിങ്ങനെ വരി വരിയായിട്ട് നിൽക്കുമല്ലേ. എൻ്റെ മുമ്പിൽ ഇതിങ്ങനെ നിൽക്കുമോ എൻ്റെ ഇടവക ജനം. വല്ലാത്തൊരു സ്നേഹം, സന്തോഷം ഉള്ളിലൂടെ കടന്നുപോയി. ഈ സന്തോഷവും ആരവവും അധികം മണിക്കൂറൊന്നും നീണ്ടു നിന്നില്ല. അതിനുശേഷം എല്ലാവരും കൈമുത്തലൊക്കെ ചടങ്ങ് കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിക്കാൻ പോയി. ഞാൻ അൾത്താരയിൽ നിന്ന് പുറകിലോട്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് ഞാൻ ഇട്ടിരിക്കുന്ന എൻ്റെ പൗരോഹിത്യത്തിൻ്റെ വസ്ത്രം എൻ്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ സങ്കീർത്തിയിൽ വന്ന് തിരുവസ്ത്രങ്ങൾ ഊരി വയ്ക്കുമ്പോൾ, ഞാൻ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു വൈദികൻ, ഈ കഴിഞ്ഞ നാളിൽ ആ വൈദികൻ ഒരു അപകടത്തിൽപ്പെട്ടു മരിച്ചു. ഫാദർ ചെറിയാൻ നേരെ വീട്ടിൽ, ഒരു വിശുദ്ധനായ മനുഷ്യൻ. അവിടെ ആരുമില്ല, സങ്കീർത്തിയുടെ പ്രദേശത്ത് ആരുമില്ല. ഈ അച്ഛൻ കടന്നു വന്നിട്ട് എൻ്റെ കയ്യിലേക്ക് അന്ത്യ അത്താഴത്തിൻ്റെ ഒരു പടം നൽകി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനിയുള്ള നിന്റെ ജീവിതത്തിൽ ഇതുമാത്രമേ കൂട്ടിനുണ്ടാവുകയുള്ളൂ. ഇതുമാത്രമേ കൂട്ടിനുണ്ടാവുള്ളൂ. അവിടെ കണ്ട ആരവങ്ങൾ അത് കഴിഞ്ഞു. ഇനിയുള്ള നിന്റെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുവയ്പ്പിലും നിനക്ക് കൂട്ടായി ഈ അന്ത്യ അത്താഴം. ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെയെല്ലാം സ്ഥലം മാറിപ്പോയാലും ആ രൂപം എൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ജീവിതത്തിലും സഹനങ്ങളിലൂടെ, ഒറ്റപ്പെടലിലൂടെ, കണ്ണുനീരിലൂടെയൊക്കെ പോകുമ്പോൾ ഞാൻ ആ പടത്തിലേക്ക് നോക്കും. തിരുവത്താഴത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടും. ഞാനിത് പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് ഒരു വ്യക്തി ഒറ്റയ്ക്ക് കൊണ്ട് നടക്കേണ്ട ഒരു അനുഭവമാണെങ്കിൽ, മരുഭൂമിയിലെ മണലാരണ്യത്തിൽ ഒറ്റയ്ക്കാണ് അവൻ ജീവിച്ചത് 40 ദിനരാത്രങ്ങൾ. അതാണായിരുന്നു അവന്റെ ശക്തി. ആൾക്കൂട്ടമൊന്നുമല്ല, ഒറ്റയ്ക്ക്. വിവാഹ ജീവിതത്തിൽ അൾത്താരയ്ക്ക് മുമ്പിൽ നീ നിന്റെ ഭാര്യയുടെ കരം ചേർത്ത് പിടിക്കുമ്പോ ഉറപ്പിച്ചോ, നീ കൊടുക്കുന്നൊരു ബലമുണ്ട്. അന്നും ഉണ്ടാവും ആൾക്കൂട്ടം, പക്ഷെ അതെല്ലാം കഴിഞ്ഞ് നീ ഒറ്റയ്ക്കാ. നിന്റെ ജീവിതത്തിന്റെ മരുഭൂമി യാത്രയിൽ നീ ഒറ്റയ്ക്കാ. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപേക്ഷിച്ചു പോകാൻ എളുപ്പമാണ്, പക്ഷേ നിന്റെ ജീവിതത്തിന്റെ നിയോഗം അതിങ്ങനെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുമ്പോൾ അതൊരു അനുഗ്രഹമായിട്ട് മാറും. ഇതില്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തും നടക്കുന്ന സംഭവങ്ങളുടെയൊക്കെ ഒരാവർത്തനം പോലെ പലതും സംഭവിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ രാത്രി നീ തിരിച്ചറിയണം, സ്വർഗം നൽകുന്ന സന്ദേശത്തിന്റെ രാത്രിയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന
ദുരിതങ്ങളെക്കുറിച്ച് പരിശുദ്ധ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊക്കെ ഒരു സ്വർഗീയ ദർശനങ്ങൾ നൽകിയിട്ടില്ലേ? 20-ാം നൂറ്റാണ്ടില് സഭ അംഗീകരിച്ചിട്ടുള്ള അവർ ലേഡി ഓഫ് അമേരിക്ക പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളിൽ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് കൃത്യം വ്യക്തം പരിശുദ്ധ അമ്മയിലൂടെ നൽകപ്പെട്ട അവർ ലേഡി ഓഫ് അമേരിക്കയുടെ പ്രത്യക്ഷീകരണത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്: മനുഷ്യരുടെ ഭവനങ്ങളിൽ ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല. ഞാൻ സ്നേഹിക്കപ്പെടാത്തതിനാൽ പരിശുദ്ധ ത്രിത്വം അവയിൽ വസിക്കാൻ വിസമ്മതിക്കുന്നു. കുട്ടികൾ എന്നെ സ്നേഹിക്കാൻ പ്രബോധിപ്പിക്കപ്പെടുന്നില്ല. എന്തെന്നാൽ അവരുടെ മേൽ അധികാരമുള്ളവർക്ക് അതിനുള്ള സമയമോ ക്ഷമയോ ഇല്ല. കുഞ്ഞുങ്ങൾക്ക് മോശം മാതൃകയാവുന്ന മാതാപിതാക്കൾക്ക് ദുരിതം. അവരുടെ മേലുള്ള ന്യായവിധി ഭയാനകമായിരിക്കും. തങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ആത്മാവിൻ്റെ പേരിൽ ഞാൻ അവരോട് കണക്ക് ചോദിക്കും. ഈ ലോകത്തിലെ ഭൗതിക സുഖ സൗകര്യങ്ങൾ നേടിയെടുക്കുവാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും എന്നാൽ വരാനിരിക്കുന്ന യുഗത്തിന് വേണ്ടി അവരെ ഒരുക്കുന്നതിൽ ഉപേക്ഷ കാണിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾക്ക് ദുരിതം. മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുകയും അനാദരിക്കുകയും ചെയ്യുന്ന കുട്ടികൾക്കും ദുരിതം. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ഈ സ്വർഗം നൽകിയ സന്ദേശം നീ സ്വീകരിക്കുമ്പോൾ ഓർത്തോ, ഈ കാലഘട്ടത്തിനുള്ള ദൈവിക ദൂതാണ്. നീ നിന്റെ കുടുംബത്തിൽ ചിന്തിക്കുക. പ്രത്യേകിച്ച് ഈ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? അച്ഛാ, കൊറോണ വന്നു പോയതിന് ശേഷം നാവിനൊരു ടേസ്റ്റും ഇല്ല ഇല്ലേ? ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. ചിലര് പറഞ്ഞ അച്ഛാ, ഒരു സ്മെല്ലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ നമുക്കുണ്ടായിരുന്ന പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു. അതിലൊരു കാര്യമാണ് വിശ്വാസവും കുറെ പേർക്ക് നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ മഹാദുരിത കാലഘട്ടത്തിൽ നിന്റെ ചുറ്റുവട്ടത്തും ഇപ്രകാരമുള്ള ദുരിതം ഇങ്ങനെ വ്യാപരിക്കുമ്പോൾ നിന്റെ ഉള്ളിലെ വിശ്വാസം കുറഞ്ഞോ കൂടിയോ? ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാ: വിശ്വാസം വിൽക്കുന്ന ഒരു കടയില്ല, പിന്നെ എങ്ങനെ കിട്ടും? 2 തരത്തിൽ വിശ്വാസം പകർന്നു ലഭിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന്, ഇതൊരു ഗിഫ്റ്റാണ്. ഉദാഹരണത്തിന് അബ്രാഹത്തിന് ദൈവം ഒരു സമ്മാനമായിട്ട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത്, ഇത് ട്രാൻസ്ഫർ ചെയ്യപ്പെടും, കൈമാറ്റം. എവിടുന്ന? മാതാപിതാക്കളിൽ നിന്നും മക്കളിലേക്ക്. അതങ്ങനെ തലമുറ തോറും കൈമാറ്റം ചെയ്യപ്പെടും. അബ്രാഹത്തിൽ നിന്ന് ഇസഹാക്കിലേക്ക്, ഇസഹാക്കിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക്. നീ ചിന്തിക്കുക, നിന്റെ വീട്ടില് പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ അടുത്ത തലമുറയിലേക്ക് വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടോ? ഇതില്ലെങ്കിൽ നിങ്ങൾ എന്തെല്ലാം പണം കൊടുത്താലും വിദ്യാഭ്യാസം കൊടുത്താലും ഈ ലോകത്ത് സകലതും കൊടുത്തിട്ടും എന്ത് കാര്യം? പരിശുദ്ധ അമ്മ കണ്ണുനീരോടുകൂടെ വെളിപ്പെടുത്തിയ ആത്മീയ സത്യം. വീണ്ടും നമ്മൾ പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെട്ട ആത്മീയ രഹസ്യങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് മദർ മരിയാൻ ഓഫ് ജീസസിനോട് അവർ ലേഡി ഓഫ് ഗുഡ് ഫോർച്യൂൺ വിജയമാതാവ് സംസാരിച്ചപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞ ഒരു ദൈവിക ദൂതുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോണം. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്ന വിവാഹം എന്ന കൂദാശയാകട്ടെ അതിൻ്റെ പൂർണ്ണമായ അളവിൽ അധിക്ഷേപിക്കപ്പെടുകയും മലിനമാക്കപ്പെടുകയും ചെയ്യും. അധികാരത്തിൽ വരുന്ന മേസണറി ഈ കൂദാശയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ അധാർമിക നിയമങ്ങൾ കൊണ്ടുവരും. ഇത് പാപത്തിലേക്കും സഭയുടെ നിയമങ്ങൾക്കനുസൃതമല്ലാത്ത സന്താന ഉൽപാദനത്തിലേക്കും നയിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതല്ലേ ഈ കാലഘട്ടത്തിൽ സംഭവിക്കപ്പെടുന്നത്? ഒരു കുടുംബം ദൈവം കൃത്യം വ്യക്തമായി സ്ഥാപിച്ചതല്ലേ? വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ കൃത്യമായി ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭ താളിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ആദം ഹൗവ എന്ന് പറഞ്ഞാൽ കുടുംബം.
വായിച്ചു പോകുമ്പോൾ ഓരോ കുടുംബങ്ങളെ കുറിച്ചുമാണ് എഴുതിയിരിക്കുന്നത്. അവസാനം വെളിപാട് പുസ്തകത്തിൽ എത്തുമ്പോൾ ദാ കുഞ്ഞാടിന്റെ വിവാഹ വിരുന്ന്, കുടുംബങ്ങളെ കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാട്. പുതിയ നിയമം വായിച്ചു നോക്കിക്കേ, ആദ്യത്തെ അത്ഭുതം തന്നെ കാനായിലെ വിവാഹ വിരുന്ന് ഒരു കുടുംബത്തിലാണ്. അത്രമേൽ പ്രാധാന്യം കുടുംബങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥം നൽകുമ്പോൾ നീ ആയിരിക്കുന്ന നിന്റെ കുടുംബത്തിന് നീ എത്രമാത്രം പ്രാധാന്യം നൽകുന്നു? നീ ആയിരിക്കുന്ന കുടുംബത്തില് നിന്റെ നിയോഗം എന്ത്? ഇത് യാദൃച്ഛമൊന്നുമല്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളായിരിക്കുന്ന കുടുംബത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളി ഇതൊരു യാദൃച്ഛികമായി ബൈ ചാൻസ് അങ്ങനെയല്ല, മറിച്ച് ദൈവം കൃത്യം വ്യക്തമായി അനാദി മുതലുള്ള പദ്ധതിയുടെ ഭാഗമായി മാറ്റപ്പെട്ട കുടുംബം. ആ കുടുംബത്തിലായിരിക്കുമ്പോൾ കുടുംബ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ നിന്റെ നിലപാടെന്ത്? മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളെ പഠിപ്പിച്ചില്ലേ, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കഴിഞ്ഞ നാളിൽ ഒരു സഹോദരൻ തൻ്റെ കണ്ണുനീരിൻ്റെ ചരിത്രം മുഴുവൻ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അച്ഛനറിയോ, ഞാൻ കണ്ണീര് കൊണ്ടൊരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് ആ ടാങ്കിൻ്റെ മുകളിൽ കഴിയണേ. പറയണ മനസ്സിലാവണുണ്ടോ എന്ന് പറഞ്ഞാൽ, കണ്ണീര് കൊണ്ടൊരു ടാങ്ക്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തിക്തമായ അനുഭവങ്ങൾ മുഴുവൻ എണ്ണി എണ്ണി പറഞ്ഞിട്ട് പറയാ, ഞാൻ ഈ കണ്ണീര് കൊണ്ട് ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ജീവിക്കണം. അത്രമേൽ കഷ്ടതയിലൂടെ ഞെരുക്കത്തിലൂടെ പോവുകയാ. പക്ഷേ കർത്താവിനെ ആ മനുഷ്യൻ കൈവിടില്ല. ഒന്ന് രണ്ട് കുടുംബങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം. ഒരു കുടുംബം, ഭർത്താവ് മദ്യപാനി. ഞാനിത് പറയുന്നത് ഇത് കേൾക്കുന്ന അനേകരുടെ ജീവിത വഴികളെ ഒന്ന് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഭർത്താവ് മദ്യപാനി, ആ പ്രദേശത്ത് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ. ഈ ഭാര്യ നന്നായി പ്രാർത്ഥിക്കും, സാധിക്കുന്ന ധ്യാനങ്ങൾക്കും ശുശ്രൂഷകൾക്കും ഭർത്താവിനെ കൊണ്ടുവരും. ഈ ഭാര്യയോട് ഞാനൊരു ദിവസം ചോദിച്ചു, എത്ര നാളായി നിങ്ങൾ ഇങ്ങനെ സഹിക്കുന്നു? എത്ര നാൾ നിങ്ങൾ ഇങ്ങനെ സഹിക്കുന്നു? ആ സ്ത്രീ എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ പ്രത്യാശ കൈവിട്ടിട്ടില്ല. കാരണം എൻ്റെ കയ്യിൽ എൻ്റെ കർത്താവ് ഏൽപ്പിച്ചു തന്നതാ. ഇതിനെനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഈ സംഭവം ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ ഭർത്താവിൻ്റെ മദ്യപാനം ഇല്ലെങ്കിൽ ഭാര്യയുടെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ജീവിത വഴി നിങ്ങളുടെ ജീവിതത്തിൽ അസ്വസ്ഥതയും നിരാശയും ദുഃഖവുമാണോ? അതോ നിന്റെ പ്രാർത്ഥന ഉയരുന്നുണ്ടോ? ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു നിയോഗം തന്നിട്ട് നീ അത് ഉപയോഗിക്കുന്നുണ്ടോ? അതോ കുറ്റം പറഞ്ഞ് ചീത്ത പറഞ്ഞ് ദിവസവും തമ്മിലടിച്ച് കുടുംബം നരകമാണോ? കല്യാണം കഴിഞ്ഞിട്ട് അധികം നാൾ കഴിയുന്നതിന് മുമ്പ് ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട് ഭാര്യയ്ക്ക് മാനസികമായ രോഗമായി. ശാരീരികമായ രോഗം ഉണ്ടായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ മാനസിക രോഗം എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് പെരുമാറുന്നത്. ഒരു കൊച്ചു കുട്ടിയെ പോലെ. കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. ഈ ചെറുപ്പക്കാരൻ്റെ കൂട്ടുകാർ പറഞ്ഞു, എടാ നീ എന്തിനാടാ ഇതിനെയും കൊണ്ട് നടക്കുന്നത്? നീ ഉപേക്ഷിക്ക്. മനസ്സിന് സ്വസ്ഥതയില്ലാത്ത ഒരു ഭ്രാന്തിയും കൊണ്ട് നടന്ന് നിന്റെ ജീവിതം നീ കളയണോ? നീ കാണിക്കുന്ന മടയത്തരമല്ലേ? അവൻ എന്തു പറഞ്ഞെന്നറിയോ? എൻ്റെ കയ്യിൽ തന്നതാ, ഇത് ദൈവം എൻ്റെ കയ്യിൽ തന്നതാ. ഞാനൊരു കുഞ്ഞിനെ പോലെ ഞാൻ അവളെ നോക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. 27 വർഷം കല്യാണം കഴിഞ്ഞിട്ട് 27 വർഷം നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടന്ന ജീവിത പങ്കാളി, അവിഹിത ബന്ധം. ഭാര്യയ്ക്ക് താങ്ങാൻ പറ്റിയില്ല, സങ്കടം സഹിക്കാൻ പറ്റണില്ല. അവള് നേരെ ആ സ്ത്രീ ഓടിച്ചെന്നത് പള്ളിയിലെ ഇടവക വികാരി അച്ഛൻ്റെ അടുക്ക പൊട്ടിക്കരഞ്ഞോണ്ട് പറഞ്ഞു, അച്ഛാ താങ്ങാൻ പറ്റണില്ല, 27 വർഷം ഹൃദയത്തോട് ചേർത്ത് കൊണ്ടു നടന്നതാ, സഹിക്കാൻ പറ്റണില്ല അച്ഛാ, ചതിക്കുക അച്ഛാ, ചതിക്കുക. അച്ഛൻ ഈ മനുഷ്യനെ വിളിച്ചു, സംസാരം ആരംഭിച്ചു. പെണ്ണിന്റെ വീട്ടുകാർ വന്നു. അവര് പറഞ്ഞു,
ഞങ്ങൾ ഇവളെ കൊണ്ടുപോവാ. ചതിക്കുന്ന ഒരുത്തൻ്റെ കൂടെ ഇവളെ നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. വികാരിച്ചൻ പറഞ്ഞ് 27 വർഷമായില്ലേ, വർഷമൊന്നും പ്രശ്നമല്ല അച്ഛാ, ഞങ്ങൾ ഇവളെ നോക്കിക്കോളാം. ഇവർക്ക് 2 മക്കളുണ്ട്, കോളേജിൽ പഠിക്കുന്ന 2 കുട്ടികൾ. ഈ അമ്മ, ഈ സ്ത്രീ, ചതിക്കപ്പെട്ട വിഷമം ഉള്ളിലുള്ള ഈ സ്ത്രീ മക്കളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, ആ സ്ത്രീയുടെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥന വഴി ആ മനുഷ്യനെ ദൈവിക പാതയിൽ എത്തിക്കപ്പെട്ടു. ആമേൻ. തകർക്കാൻ എളുപ്പം, ഉപേക്ഷിക്കാൻ എളുപ്പം. ഒരുപക്ഷെ ഈ രാത്രിയിൽ ജീവിതത്തിൽ വിവാഹമോചനത്തെ കുറിച്ച് ചിന്തിക്കുന്ന അനേക ദമ്പതികൾക്ക് മേൽ ഇതൊരു സന്ദേശമാണ്. നിന്റെ ജീവിതത്തിൽ സഹനം ഏറ്റെടുത്തെങ്കിലേ കുടുംബം നിലനിൽക്കൂ. ആമേൻ. നിന്റെ ജീവിതത്തിലെ നിലപാട് എന്താണ്? ദൈവമേ, ഈ രാത്രി എൻ്റെ മേൽ നിന്റെ ആത്മാവ് സ്പർശിക്കപ്പെടട്ടെ. ഈ കാലഘട്ടം നമുക്കറിയാം, നിരാശയുടെ, ദുഃഖത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഇപ്രകാരം കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന അസ്വസ്ഥതകൾ അത്രമേൽ നമ്മളെ ബാധിക്കും. പരിശുദ്ധ അമ്മയിലൂടെ കൃത്യമായിട്ട് വിജയമാതാവിലൂടെ ഈ സന്ദേശം നൽകിയിട്ടുണ്ട്. മദർ മരിയാൻ ഓഫ് ജീസസിനോട് അവർ ലോഡി ഓഫ് ഗുഡ് ഫോർച്യൂൺ പറഞ്ഞ മനോഹരമായ സന്ദേശം ഉണ്ടെന്ന് കേട്ടു നോക്കിക്കേ. നിന്റെ ജീവിതത്തിൽ ഇത് രക്ഷാകരമായ ഒരു സന്ദേശമാണ്, തിരിച്ചറിയണം. സന്ദേശം ഇങ്ങനെയാണ്: എല്ലാറ്റിലും ഉപരി വിഷാദാത്മകമായ ഈ നാളുകളിൽ, ശ്രദ്ധിച്ചോണേ, ഏത് നാളുകളിൽ? വിഷാദാത്മകമായ ഈ നാളുകളിൽ, ഇതാണ് നമ്മൾ കടന്നു പോകുന്നത്. വിഷാദാത്മകമായ ഈ നാളുകളിൽ അനിയന്ത്രിതമായ സുഖഭോഗങ്ങളുടെ പ്രലോഭനങ്ങളിൽപ്പെട്ട് അസംഖ്യം ആത്മാക്കൾ ചാബല്യപ്പെട്ട് പാപക്കെണിയിൽപ്പെടും. കുട്ടികൾ നിഷ്കളങ്കതയോ സ്ത്രീകളിൽ മിതത്വമോ കാണപ്പെടുകയില്ല. സഭയുടെ അതിപ്രധാനമായി ഘട്ടത്തിൽ സംസാരിക്കേണ്ടവർ നിശബ്ദരാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കുമ്പോ സ്വയം വിമർശന ബുദ്ധിയ ധ്യാനിക്കേണ്ട വചനം തന്നെ. വിഷാദം പിടികൂടുമ്പോ ഇത് പിടികൂടുന്നത് പുറത്തല്ല, നിന്റെ അകത്താദ്യം. ഈ ആദവും ഹവ്വായുടെയും ജീവിതത്തെ കുറിച്ചൊക്കെ ധ്യാനിച്ച് മാറ്റിവെക്കുമ്പോ ഇതൊരു കഥയായി ഉപമയായുമല്ല, മറിച്ചതാ നിന്റെ ജീവിതത്തിൽ പിശാച് ആദ്യം കയറി വരുന്ന എവിടെയാ? നിന്റെ കുടുംബത്തിൽ. തെറ്റിക്കും, സമാധാനം തകർത്ത് കളയും. പ്രിയപ്പെട്ടവരെ, നീ ഉറപ്പിച്ചോ, ഈ രാത്രി നിന്റെ ജീവിതത്തിൽ രമ്യതയുടെ രാത്രിയാണ്, അനുതാപത്തിന്റെയും പരിത്യാഗത്തിന്റെയും രാത്രിയാണ്. ചില തീരുമാനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ട രാത്രിയാണ്. കുടുംബം രക്ഷപ്പെടണോ? കുടുംബം രക്ഷപ്പെടണോ? ആരെങ്കിലും ഒക്കെ സഹിക്കാൻ തയ്യാറായേ പറ്റൂ. ഉദാഹരണത്തിന്, കുടുംബത്തിലൊരു കിടപ്പ് രോഗിയുണ്ടെങ്കിൽ ആ കിടപ്പ് രോഗിയെക്കാളും വലിയൊരു ശുശ്രൂഷയും ത്യാഗവുമാണ് ആരുടേത്? ആ കിടപ്പ് രോഗിയെ നോക്കുന്ന വ്യക്തിയുടേത്. ഒരായുസ് മുഴുവൻ ആ കിടപ്പ് രോഗിക്ക് മുമ്പിൽ ജീവിതം മാറ്റിവെക്കുവാണ്. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിൽ വർഷങ്ങളായിട്ട് കിടക്കുന്ന അമ്മയെ പരിചരിക്കുന്ന ആ വീട്ടിൽ കടന്നു വന്ന മകന്റെ ഭാര്യ അമ്മയുടെ ചുറ്റുവട്ടത്തുനിന്ന് എങ്ങും പോവില്ല. അമ്മയ്ക്ക് എപ്പോഴും ശുശ്രൂഷ ചെയ്തുകൊണ്ട് കൂടെ. ആഘോഷങ്ങളില്ല, മറ്റു സ്ത്രീകൾ പുറത്തു പോകുന്നത് പോലെ ആരവങ്ങളൊന്നും ഇല്ല. പാവം ദാ അമ്മയുടെ കൂടെ. പ്രിയപ്പെട്ടവരെ, സഹിക്കുന്ന വ്യക്തി രോഗം വന്ന് കിടക്കുന്ന വ്യക്തി മാത്രമല്ല, മറിച്ച് ശുശ്രൂഷിക്കുന്ന വ്യക്തിയും കൂടെയാ. ഇത് നിനക്ക് മേൽ ദൈവത്തിന്റെ ഒരു ദൂതാണ്. ഈ രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തിൽ അതിശക്തമായി ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടാൻ. പൈശാചിക പീഡകൾ ഏത് മേഖലയിലാണോ നിന്റെ കുടുംബത്തെ പിടികൂടിയിട്ടുള്ളത്, അതിന്റെ മേൽ ഈ രാത്രി ഒരു വിടുതലിന്റെ രാത്രിയാവും. പരിശുദ്ധാത്മാ സ്പർശിക്കാൻ. പാരമ്പര്യ രോഗങ്ങൾ, ജീവിതത്തിലെ തഴക്കദോഷങ്ങൾ, മദ്യപാനത്തിന്റെ
തിന്മയുടെ സമ്പത്തിന്റെ ഒക്കെ പൈശാചിക പീഡകളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. സ്നേഹം നിറയപ്പെടാൻ, കുടുംബ ബന്ധങ്ങൾ ശക്തമായിട്ട് ഇതാ അഭിഷേകത്താൽ ജ്വലിപ്പിക്കപ്പെടാൻ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് ജ്വലിപ്പിക്കപ്പെടുകയാണ്. ഇത് കർത്താവ് ഒരുക്കിയ സമയമാണ്. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ സമയമാണ്. ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. വെറുതെ കണ്ടാ മാത്രം പോരാ, ശുശ്രൂഷയില് അഭിഷേകത്തോടെ പങ്കെടുക്കണം. പ്രിയപ്പെട്ടവരെ, നീ ഉറപ്പിക്കുക, എന്റെ ജീവിതത്തിൽ ഈ രാത്രി ദൈവം ഇടപെടുന്ന ഒരു രാത്രിയാണ്. ദൈവം ഇടപെടുന്ന ഒരു രാത്രിയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, നിന്റെ ജീവിതത്തിന്റെ ഇന്നോളമുള്ള പഴയ തിന്മയുടെ കെട്ടുകളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടാൻ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച്, രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച്, കണ്ണുകളടച്ച്, നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് എന്റെ ഈശോയെ എന്ന് പറഞ്ഞ് എന്റെ കുടുംബത്തില് ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടാൻ, കത്തിപ്പടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓ ദൈവമേ, ഓ സ്വർഗമേ, ഈ രാത്രി ദൈവിക ശക്തിയുടെ രാത്രിയായി മാറട്ടെ. കൈകൾ ഉയർത്തി, സ്വരമുയർത്തി, ദാഹത്തോടെ ദാഹത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, ആരാധന 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 ആരാധന. അഭിഷേകം ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ജ്വലിക്കട്ടെ, ദൈവിക ശക്തി ജ്വലിക്കട്ടെ. ശക്തി, അഭിഷേകം, മൈറ്റി പവർ ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനത്തിന്റെ മേൽ പൈശാചിക പീഡകളുടെ മേൽ, തിന്മയുടെ ആധിപത്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഒരു പന്തക്കുസ്ത വ്യാപരിക്കപ്പെടട്ടെ. സ്വർഗം തുറന്ന് ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. തിന്മയുടെ കൂടാരങ്ങളുടെ മേൽ ജോബിന്റെ പുസ്തകം 1:10 ശക്തി വ്യാപരിക്കപ്പെടട്ടെ. സങ്കീർത്തനം 91 അഭിഷേകം വ്യാപരിക്കട്ടെ. ജ്വലിപ്പിക്കപ്പെടട്ടെ, ജ്വലിപ്പിക്കപ്പെടട്ടെ, ജ്വലിപ്പിക്കപ്പെടട്ടെ. ആരാധന 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 ആരാധന. ദൈവമേ, അവിടുത്തെ ആത്മാവ് വ്യാപരിക്കട്ടെ. കൈകൾ അടിച്ച് ചേർന്ന് പാടി അഭിഷേകത്തോടെ ഓ പരിശുദ്ധാത്മാവ് നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. നന്നായിട്ട് കൈയടിച്ചേ അഭിഷേകത്തോടെ. ആമേൻ. വരണമേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, തേടുന്നു, തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ വരണേ. ആമേൻ, ആമേൻ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈ സമയം തന്നെ ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രണ്ട് കരങ്ങളും ഉയർത്തി ഈശോയെ. ആരാധന 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 ആരാധന. അഭിഷേകത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ, അഭിഷേകത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ദൈവമേ, സ്വർഗ്ഗം വെളിപ്പെടുത്തിയ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുന്ന അനുഗ്രഹത്തിന്റെ മണിക്കൂർ ഇത് കർത്താവ് ഒരുക്കിയതാണ്. ഈ ദിവസം, ഈ 13-ാം ദിനത്തില് കർത്താവ് ഒരുക്കിയ മണിക്കൂറിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള സമയം കഞ്ചിക്കോട് റാണി സഹോദരിയിലൂടെ സ്വർഗം വെളിപ്പെടുത്തിയ ആ ദൈവിക ദൂതിൽ പങ്കെടുക്കും. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് ആരാധനയിൽ നമ്മുടെ കുടുംബത്തിന്റെ പലവിധ മേഖലകൾ, തിന്മയുടെ കെട്ടുകളുടെ മേൽ ദൈവത്തിന്റെ സ്വർഗത്തിന്റെ ആധിപത്യം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. നമ്മൾ ഒരുമിച്ച് തുടർന്നുള്ള പ്രാർത്ഥനാ സമയം ആഗ്രഹിക്കാം. ദൈവമേ, നിന്റെ അത്ഭുത ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. എൻ്റെ വത്സലപുത്രിയായ തിരുസഭയ്ക്ക് വേണ്ടി വളരെയേറെ വേദനിക്കുന്നു ഞാൻ. പരിശുദ്ധ അമ്മ സഭയെ ഓർത്ത് വേദനിക്കുന്നുണ്ട്. കാരണം എന്തെന്നോ, യേശു പഠിപ്പിച്ചതും ആധികാരികമായി സഭ പഠിപ്പിക്കുന്നതുമായ വിശ്വാസ സത്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടുള്ള വേദ പഠനങ്ങൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ പരിശുദ്ധ അമ്മ വേദനിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം
സ്വർഗം വേദനിക്കുന്നുണ്ട്. യേശു പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ട് ആധികാരികമായി സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടുള്ള വേദ പഠനങ്ങൾ ഈ കാലഘട്ടത്തിൽ എല്ലാ മുക്കിലും മൂലയിലുമുണ്ട്. പല പ്രസ്ഥാനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. വിശ്വാസത്തെ വളച്ചൊടിച്ചുകൊണ്ട്, വേദപുസ്തകത്തെ വളച്ചൊടിച്ചുകൊണ്ട്, രണ്ടാം ക്രിസ്തുമാരായി അവതരിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, വീണ്ടും ജനിക്കുന്നത് ലോകത്തിൽ തന്നെയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, വീണ്ടും ജനിക്കണമെന്ന് ലോകത്തെ ഉത്ബോധിപ്പിച്ച് ലോകത്തിലേക്ക് ജനിപ്പിച്ചുകൊണ്ട് പ്രസ്ഥാനങ്ങളുടെ ഒരു കരയേറ്റമാണ് ലോകത്തെല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ ദൈവികമായ വെളിപ്പെടുത്തലുകളും ദൈവിക ചൈതന്യവും നിലനിൽക്കുന്നുവോ അതിന് തൊട്ടപ്പുറത്തായി പിശാച് ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അനേകരെ വഴിതെറ്റിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഉള്ളതാണ് ഇതൊക്കെ എന്ന് നമ്മൾ ആശ്വസിച്ചിരിക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കണം, ആ പ്രസ്ഥാനങ്ങൾക്ക് എതിരായിട്ട് പ്രാർത്ഥിക്കണം, ആ പ്രസ്ഥാനങ്ങളിലുള്ളവർ രക്ഷപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണം. ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്നത് എംപറർ ഇമ്മാനുവേൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഈ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിച്ചതല്ല കേട്ടോ, ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ പറയാം. 16 വർഷങ്ങൾക്ക് മുൻപ്, എൻ്റെ ഓർമ്മ അങ്ങനെയാണ്, ഒരു 16 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം നവംബർ 2-ാം തീയതി ഇവിടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ആരാധന നയിച്ചുകൊണ്ടിരുന്ന എന്നെ ഈശോ അതിനൊരു ഉപകരണമാക്കി. ആ നയിച്ചുകൊണ്ടിരുന്ന എന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിച്ചു എന്നിലൂടെ. എംപറർ ഇമ്മാനുവേൽ എന്ന പ്രസ്ഥാനം തകരാനായിട്ട് അത് അധിക സമയമില്ല, അത് കൂണുപോലെ തകർന്നടിയും. ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരാരും നഷ്ടപ്പെടരുത് എന്ന് പ്രാർത്ഥിപ്പിക്കാൻ പറഞ്ഞു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കളോടായിട്ട് പറയാൻ പറഞ്ഞു. അനേകരിവിടെ അന്നത്തെ ദിവസം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് നയിച്ചതുപോലെ 3 മണിക്കൂറോളം ആരാധന മുന്നോട്ട് പോയി. ആരാധന ശുശ്രൂഷയ്ക്ക് ശേഷം 4 സഹോദരന്മാര് എൻ്റെ അരികിൽ വന്ന് പറഞ്ഞു, ഇത് നിന്റെ നാശത്തിൻ്റെ അടയാളമാണ്. ഇന്ന് പ്രാർത്ഥിച്ചില്ലേ സഹോദരി, ഒരിക്കലും ആ പ്രസ്ഥാനം തകരാൻ പോകുന്നില്ല, ഞങ്ങളൊക്കെ അതിൻ്റെ ആൾക്കാരാണ്, ഞങ്ങളിത് അറിയാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അമ്മ പറഞ്ഞിട്ടുണ്ടോ, പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ടോ, സത്യമായി അത് സംഭവിച്ചിരിക്കും. നിങ്ങൾ ഉയർത്തുന്ന നിങ്ങളുടെ വിശ്വാസം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിനെതിരാണെങ്കിൽ അത് തകരുക തന്നെ ചെയ്യും. കാരണം അവൻ അടച്ചത് ആരും തുറന്നിട്ടില്ല, അവൻ തുറന്നത് ആരും അടച്ചിട്ടില്ല. അതിന് ഈ ലോകത്തിന് സാധിക്കുകയില്ല. വേദ പഠനങ്ങൾക്കെതിരായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സ്വയം ദൈവമായി രൂപപ്പെടുന്ന മനുഷ്യകോലങ്ങളെ കത്തിച്ച് ചാമ്പലാക്കാൻ, അവൻ്റെ ഉള്ളിലെ ആത്മാവിനെ രക്ഷിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് കടമയുണ്ട്, നമുക്ക് കടമയുണ്ട്. ഈ കടമയുടെ പ്രതിഫലനമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാം അറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ തന്നെ അതിൻ്റെ പോരാളികളായി നിന്ന പലരും ഇന്ന് ആ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോന്നു. ഇപ്പോഴും അത് കെട്ടടങ്ങിയിട്ടില്ല എന്ന് അവർ അവകാശപ്പെടുമ്പോഴും ഇത് ഞാൻ പറയുമ്പോൾ എനിക്കും ഒരുപാട് വേദനയുണ്ട്. ഞാൻ അറിയുന്ന ഈ ശുശ്രൂഷയെ അറിയുന്ന, അതൊന്നുമല്ല പ്രധാനം, പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ള 2 കരങ്ങളിലും ജപമാല ഉയർത്തി ദിവസങ്ങളോളം ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഈശോയുടെ കുറെ പ്രിയപ്പെട്ട മക്കളെ പാപത്തിൻ്റെ വേദപഠനങ്ങൾ എന്ന രൂപേണ വശീകരിച്ച പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇന്ന് കഷ്ടത അനുഭവിക്കുന്ന അവരെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അവരെല്ലാം രക്ഷപ്പെടണം. ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെ മാത്രം പേര് പറഞ്ഞെന്ന് കരുതി ബാക്കിയെല്ലാം ശരിയാണെന്നോ ഞാൻ ശരിയാണെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അരുതായ്മകളെ കാണുമ്പോൾ കണ്ണടച്ചിരുന്നിട്ട് അവരെന്തും ചെയ്യട്ടെ, എങ്ങനെങ്കിലും ജീവിക്കട്ടെ എന്ന് പറയേണ്ടവനല്ല ക്രിസ്ത്യാനി. പരിശുദ്ധ അമ്മയുടെ മാറോട് ചേർന്ന് കിടന്നുകൊണ്ട് യേശു ക്രിസ്തുവാകുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ ഊഷ്മളതയുള്ള ചൂടേറ്റിട്ട് അരുതാത്തതിൻ്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനോ പ്രാർത്ഥിക്കാനോ കടമയുള്ളവനാണ് ക്രിസ്ത്യാനി. ഇന്ന് പല മക്കളും അതിൽ നിന്ന് പോന്നു. പലരും ഇന്ന് വിശ്വാസത്തിൽ ജീവിക്കുന്നുണ്ട്. അതിൽ നിന്ന് പോകുന്ന മക്കളും എന്നെ ആദ്യം എതിർത്തവരുണ്ട്. അവരിപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ ശുശ്രൂഷയുമായിട്ട് പരിശുദ്ധമ്മയുടെ സ്നേഹവലയത്തിലായിരുന്നു കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്.
പലപ്പോഴും ശുശ്രൂഷകളുടെ സമയത്തൊക്കെ പലരും ചോദിക്കുക, എന്തിനാ റാണി ഇത്രയൊക്കെ ഓരോ പ്രസ്ഥാനങ്ങളെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ പറയുന്നേ എന്ന്. എനിക്ക് ദേഷ്യമില്ല കേട്ടോ, എനിക്ക് ആരോടും ദേഷ്യം ഉണ്ടായിട്ടല്ല. എൻ്റെ അമ്മയുടെ നൊമ്പരം അറിഞ്ഞതുകൊണ്ടാ, അമ്മ സത്യമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാ, അമ്മയിലൂടെ ലോകത്ത് പിറന്ന കർത്താവ് സത്യ ദൈവമാണെന്നും ഏക ദൈവമാണെന്നും ചങ്കൂറ്റത്തോടെ പറയാനുള്ള വിശ്വാസം ആർജിച്ചെടുത്തത് കൊണ്ടാ. എൻ്റെ വിശ്വാസം ശ്വാസം പോയാലും നിലയ്ക്കാത്ത വിശ്വാസമാണ്. അത് ലോകത്തിന്റെ മുൻപിൽ പ്രഖ്യാപിക്കാൻ ആരുടെയും അവകാശവാദങ്ങൾ എനിക്ക് വേണ്ട. എനിക്ക് ജന്മം നൽകി എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയ വഴിത്താരയുണ്ട് വിശ്വാസത്തിൻ്റെത്. വളർന്നപ്പോൾ സഹനത്തിലൂടെ, ഞെരുക്കത്തിലൂടെ, പീഡനയിലൂടെ, രോഗത്തിലൂടെ, ആക്ഷേപങ്ങളിലൂടെ, തെറ്റിദ്ധാരണകളിലൂടെ, ഒറ്റപ്പെടുത്തലിലൂടെ, പരിഹാസത്തിലൂടെ, നിന്ദിക്കലിലൂടെ എന്നെ ഇവിടെ നിർത്തുന്നത് ദൈവത്തിൻ്റെ കരമല്ലാതെ മറ്റെന്താണ്? ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ വലിയ പുണ്യവതിയായിട്ടല്ല, ഞാൻ ഈ പറയുന്നതെല്ലാം അമ്മ പറഞ്ഞു തന്നതിൻ്റെ ശക്തി കൊണ്ടും വേദപുസ്തകത്തിൻ്റെ സാക്ഷ്യം കൊണ്ടും ജീവിക്കുന്ന ദൈവത്തിലുള്ള സ്നേഹം കൊണ്ടുമാണ്. എന്തെങ്കിലും ഞാൻ അരുതായ്മകൾ പറയുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ അങ്ങനെ നയിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ലോകത്തിൻ്റെ അരൂപിയിൽ നിറഞ്ഞ് ക്രിസ്തു ശിഷ്യന്മാർക്ക് അനുയോജ്യമല്ലാത്ത ജീവിതം നയിക്കുന്ന വൈദികർ, അതുമൂലം സഭയിലുണ്ടാകുന്ന നാശങ്ങൾ, സഭയ്ക്ക് മഹാപരീക്ഷണത്തിൻ്റെ നിമിഷങ്ങൾ വരുന്നു. എന്തെന്നാൽ ആട്ടിൻ തോലണിഞ്ഞ് ചെന്നായ്ക്കൾ സഭയ്ക്കുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ മുൻകൂട്ടി ഫാത്തിമായിൽ പറഞ്ഞിരുന്നു, അധാർമിക മനുഷ്യൻ സഭയ്ക്കുള്ളിൽ തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും നാശോന്മുഖതയുടെ അറപ്പും വെറുപ്പും ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയത്തിൽ അറപ്പും വെറുപ്പും നാശോന്മുഖതയും പ്രതിഷ്ഠിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണിത്. അരുതാത്തത് ആലയത്തിൽ കാണുന്ന ആത്മാക്കൾ കണ്ണടച്ചിരിക്കുമ്പോൾ അതൊരു പ്രോത്സാഹനമാണെന്ന് ഓർക്കണമേ. ബഹുമാനപ്പെട്ട ഡാനിയേൽ പൂവണ്ണത്തിലച്ഛനും വളമനാലച്ഛനും മറ്റു അച്ഛന്മാരുടെയൊക്കെ ഒരു ടോക്കിലൂടെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പല വിശ്വാസങ്ങൾക്കും കൂടിച്ചേരാനുള്ള ഒരു ഇടമായിട്ട് ദൈവത്തിൻ്റെ ആലയത്തെ വിട്ടുകൊടുക്കുന്ന ഒരു ക്രിസ്തീയത കാണുന്നുണ്ട്. അത് ക്രിസ്തീയതയല്ല. ക്രിസ്ത്യാനിക്ക് ദൈവത്തെ ആരാധിക്കാൻ ദൈവം തന്നിരിക്കുന്ന ക്രിസ്തീയ ആലയങ്ങൾ, അവിടെ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെല്ലാം വന്നോട്ടെ. പക്ഷേ അന്ധതയുടെയും തിന്മയുടെയും അനുഷ്ഠാനങ്ങൾ ദേവാലയത്തിൽ അനുഷ്ഠിക്കുന്നത് കാണുമ്പോൾ പരിശുദ്ധ അമ്മ പറയാ, അറപ്പും വെറുപ്പും ദൈവത്തിൻ്റെ പരിശുദ്ധാലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അതിൻ്റെയൊക്കെ ദുരന്തഫലം ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ. അതിൻ്റെ കാരണം അന്വേഷിച്ച് എവിടെയും പോകണ്ട, നമ്മിലേക്ക് തിരിഞ്ഞാൽ മതി, സഭയിലേക്ക് തിരിഞ്ഞാൽ മതി, നമ്മുടെ കുടുംബത്തിലേക്ക് തിരിഞ്ഞാൽ മതി. ആരെയും ആക്ഷേപിക്കാനോ ദുരാരോപണങ്ങൾ ഉന്നയിക്കാനോ ഒന്നുമല്ല ഞാൻ പറയുന്നേ. അമ്മയുടെ ഈ ദുഃഖത്തിൻ്റെ കാരണം അമ്മ പറയുമ്പോൾ എങ്ങനെ ഞാനത് പറഞ്ഞു തരാതിരിക്കുക? ഈ ലോകത്തോട് എനിക്ക് പറയാൻ കിട്ടിയൊരു അവസരമാണത്. അമ്മ പറയുന്നു, ഇന്ന് ഞാൻ വിലപിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം മാനസാന്തരത്തിലൂടെ മക്കളെ യേശുവിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള എൻ്റെ രക്ഷാകര ദൗത്യത്തെ, മാതൃസഹജമായ ക്ഷണത്തെ മനുഷ്യവംശം സ്വീകരിക്കുന്നില്ല. കർത്താവിനെ പുറന്തള്ളുകയും നിന്ദിക്കുകയും ചെയ്യുന്നു. പാപയാതനയാൽ കേഴുന്ന ലോകത്തോട് പരിശുദ്ധ അമ്മ പറയാ, നമ്മൾ മനുഷ്യരാണ്, മനുഷ്യരായി ജീവിക്കുന്നവരാണ്. കുറേ ന്യായീകരണങ്ങളൊക്കെ നമുക്കുണ്ടാകും. എന്നാൽ അമ്മ പറയാ, മാതൃസഹജമായ ക്ഷണത്തെ മനുഷ്യവംശം സ്വീകരിക്കുന്നില്ല. രക്ഷാകര ദൗത്യത്തെ മനുഷ്യവംശം ഏറ്റെടുക്കുന്നില്ല. കർത്താവിനെ പുറന്തള്ളുകയും നിന്ദിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും കുറിച്ചല്ല കേട്ടോ അമ്മ പറയുന്നേ. അമ്മയുടെ വിലാപത്തിന് കാരണമായിട്ടുള്ള കുറേ സാഹചര്യങ്ങളും വ്യക്തികളും ലോകത്തിലുള്ളത് കൊണ്ടാണ് അമ്മ പറയുന്നേ. നിങ്ങളുടെ സ്വർഗീയ അമ്മ പരസ്യമായി നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ അഗാധ ദുഃഖത്തിൻ്റെ അടയാളങ്ങളെ വിശ്വസിക്കാതെ, എൻ്റെ രോദനത്തിന് ചെവി നൽകാതെ മനുഷ്യർ ജീവിക്കുന്നു. തിരുസഭ വലിയ പരീക്ഷണത്തിലൂടെ ജീവിക്കുന്നു.
ഈ സന്ദേശത്തിൽ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം അമ്മ പറയുന്നേ, തിരുസഭ വലിയ പരീക്ഷണത്തിലൂടെ ജീവിക്കുന്നു. എൻ്റെ പുത്രൻ യേശു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിൽ ഒരു പുതിയ ഇടയനെ നൽകിയിട്ടുണ്ട്. ഈ സന്ദേശം നൽകുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിരുന്നു നമ്മുടെ മാർപ്പാപ്പ. ഇന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. അമ്മ പറയാ, എല്ലാ മാർപ്പാപ്പമാർക്കും വേണ്ടി അമ്മ പറയുന്നേ, അദ്ദേഹത്തെ സ്നേഹിക്കുക, അദ്ദേഹത്തിന് പ്രതിരോധനമേകുക, അദ്ദേഹത്തെ അനുഗമിക്കുക. ഇനിയും സഭ സഹിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ പ്രവർത്തനത്തിൽ എന്നോടൊപ്പം സഹകരിക്കുക, പ്രാർത്ഥിച്ച് ശക്തി നേടുക. പുതുയുഗ പിറവിയിൽ വിശ്വാസികളുടെ നിലനിൽപ്പ് ധാരാളമായിട്ടുണ്ടാകട്ടെ. ഇതൊക്കെ സംസാരിക്കുമ്പോൾ അമ്മയ്ക്കൊരു പ്രതീക്ഷയുണ്ട്. പുതുയുഗത്തിൻ്റെ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സ്നേഹത്തിലേക്ക്, വീണ്ടെടുപ്പിലേക്ക്, മാനസാന്തരത്തിലേക്ക്, അനുതാപത്തിലേക്ക്, പ്രാശ്ചിത്യത്തിലേക്ക് മക്കൾ കടന്നു വരുന്ന ഒരു പിറവിയുണ്ട്. യുഗത്തിൻ്റെ ഒരു പിറവി അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് അമ്മ ഉറപ്പിച്ചു തരുന്നത്. അത് ഉണ്ടാകട്ടെ എന്ന് അമ്മ പറയുന്നു. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ആവേ മരിയ. തുടർന്ന് നാം സന്ദേശം വീണ്ടും കേൾക്കുകയാണ്, ശ്രവിക്കുകയാണ്. നമുക്കോർക്കാം, പ്രാർത്ഥനയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതം പ്രാർത്ഥനയുടെ അടയാളങ്ങളാക്കി മാറ്റണം. 1997 സെപ്റ്റംബർ 29 മുഖ്യദൂതരുടെ തിരുനാൾ ദിനം പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശം ഏറെ പ്രസക്തിയും നമുക്ക് ആശ്വാസവും നൽകുന്നതാണ്. അമ്മ പറയാ, മക്കളെ, കർത്താവിൻ്റെ മാലാഖമാർക്ക് എല്ലാ മക്കളെയും ഭരമേൽപ്പിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഹല്ലേലൂയ. കാരണം സാത്താനും അവൻ്റെ സൈന്യങ്ങൾക്കും ലഭിച്ചിട്ടുള്ള സമയം ഹ്രസ്വമാണ്. അത് കുറച്ചേ ഉള്ളൂ. അവൻ അതിനെ വലുതായി കാണുന്നേ. അമ്മ പറയാ, അത് ഹ്രസ്വമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ മാലാഖമാർക്ക് എല്ലാ മക്കളെയും ഭരമേൽപ്പിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അവരുടെ വിജയത്തിൻ്റെ ദിനങ്ങളാണ് ഈ ലോകത്തിൽ കൂടുതലും കാണുന്നത്. ആരുടെ വിജയത്തിൻ്റെ? സമയം ഹ്രസ്വമാണെന്ന് മനസ്സിലാക്കി സാത്താൻ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുകയും അവൻ വിജയിച്ചു എന്ന് അവൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ദിനങ്ങളാണ് ഇന്ന് കൂടുതലും കാണുന്നത്. പിശാചിൻ്റെ അന്ധകാര അരൂപിയുടെ ശക്തിയിൽ ഞെരിഞ്ഞമരുന്ന മനുഷ്യമക്കൾ വളരെ കൂടുതലാണ്. പിശാചിൻ്റെ അന്ധകാരത്തെ അന്ധകാരമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ, ഡിസേൺമെന്റ് ഇല്ലാതെ, വിവേകമില്ലാതെ, വിവേചനമില്ലാതെ അവൻ കാണിക്കുന്ന കൊച്ചുവെട്ടങ്ങളെ, മിന്നാമിനുങ്ങ വെട്ടങ്ങളെ പ്രകാശ ഗോപുരങ്ങളായി കണ്ടിട്ട് ലോകത്തിൻ്റെ അരൂപിയിൽ സ്വീകരിച്ച് നടക്കുമ്പോൾ മനുഷ്യമക്കൾ അവൻ്റെ ശക്തിയിൽ ഞെരിഞ്ഞ് അമരുകയാണെന്ന് അമ്മ പറയുന്നത്. മാലാഖമാർ പല കെണിയിൽ നിന്നും ഇങ്ങനെയുള്ള മക്കളെ രക്ഷിക്കുന്നു. സൂര്യനെ ധരിച്ച സ്ത്രീയും ചുവന്ന സർപ്പവുമായുള്ള യുദ്ധത്തിൽ മാലാഖമാർക്ക് പ്രത്യേക പങ്ക് വഹിക്കാനുണ്ട്. എൻ്റെ നേതൃത്വത്തിൽ അവർ സാത്താനും അവൻ്റെ മറ്റു ദുഷ്ടാരൂപികൾക്കുമെതിരെ ഭീകര യുദ്ധം നടത്തുന്നു. നമ്മൾക്കൊരു പക്ഷേ നമ്മുടെ മാലാഖയെ കാണാൻ പറ്റുന്നുണ്ടാകില്ല. പല മക്കൾക്ക് അങ്ങനെ ദർശിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് അറിയാം. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോ കാവൽ മാലാഖമാരെ ഈശോ തരുന്നുണ്ട്. നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ നന്മയുടെ വഴിയിലൂടെ നടത്താനായിട്ട്. ഇന്ന് മാലാഖമാരെ കുറിച്ച് അമ്മ സന്ദേശം നൽകിയപ്പോൾ ഞാനൊരു കാര്യം ഓർക്കാം. ഈ മാലാഖ സത്യമാണോ എന്ന് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ അത് സത്യമാണ്. നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് എല്ലാവർക്കും മാലാഖയെ കാണാൻ പറ്റില്ല. പക്ഷേ മാലാഖയുടെ ചിറകുകൾക്കുള്ളിൽ നമ്മെ എപ്പോഴും മാലാഖ സംരക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഒരു കള്ളം പറഞ്ഞാൽ, ഒരു നുണ പറഞ്ഞാൽ, ഈശോയ്ക്കെതിരെയുള്ള എന്തെങ്കിലും ചെയ്താൽ, നമ്മുടെ ഇച്ഛാശക്തിയിൽ പോലും എന്തെങ്കിലും വന്നാൽ മാലാഖ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാലാഖയ്ക്ക് എപ്പോഴും നമ്മൾ ഈശോയെ ഓർക്കാനും ഈശോയുടെ സ്നേഹത്തിലായിരിക്കാനുമാണ് ഇഷ്ടം. അങ്ങനെ ജീവിക്കുന്ന വേളയിലൊക്കെ ഈ മാലാഖയുടെ പ്രഭ അത് വലുതാണ്.
അത് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റില്ലെങ്കിലും നമ്മൾ വിശ്വസിക്കണം. സഭ നമ്മെ പഠിപ്പിക്കുന്നതും ഈശോ നൽകുന്ന ഉറപ്പുമാണത്. ഇതാ മാതാവ് നമ്മളോട് ഇത് പറയുന്നു. ഈ ലോകത്തിൽ പാപത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മക്കളെ, നിങ്ങളുടെ നിരാശ നിറഞ്ഞ ജീവിതത്തെ ഉപേക്ഷിക്കേ. നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്കൊരു മാലാഖയുണ്ട്. നിങ്ങളെ ദൈവിക ശക്തി ധരിപ്പിക്കാനുള്ള ദൗത്യവുമായി ഗബ്രിയേൽ മാലാഖ നിങ്ങളോട് ഒപ്പമുണ്ട്. ദൈവിക ശക്തി ധരിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദൂത് നമ്മുടെ കർണപുടങ്ങളിൽ ആവർത്തിച്ച് പറയാനായിട്ട് ഗബ്രിയേൽ മാലാഖ നമ്മുടെ ഒപ്പമുണ്ടെന്നാ പരിശുദ്ധ അമ്മ പറയുന്നേ. ഗബ്രിയേൽ മാലാഖ കന്യകാമറിയത്തിൻ്റെ അരികിൽ വന്ന് ദൈവത്തിൻ്റെ ദൂത് മംഗളവാർത്ത അറിയിച്ചില്ലേ? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദാനിയേൽ പ്രവചനത്തിലും ഏശയ്യാ പ്രവചനത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് മാലാഖമാരെ കുറിച്ചുള്ള വളരെ വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ. തോബിയാസിനെ സഹായിക്കാനായിട്ട് റഫായേൽ മാലാഖയെ അയച്ചത് ഓർമ്മയില്ലേ? അങ്ങനെ നമ്മളെ സഹായിക്കാൻ ദൈവത്തിൻ്റെ ദൂതുമായിട്ട് ഗബ്രിയേൽ മാലാഖ ഒപ്പമുണ്ട്. ഗബ്രിയേൽ ദൂതൻ നിങ്ങളെ നിർമ്മലമായ വിശ്വാസത്തോടും ധീരതയോടും ധൈര്യത്തോടും കൂടെ സത്യത്തിൻ്റെ പാതയിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കുന്നു. വിശുദ്ധ മിഖായേലിൻ്റെ കർത്തവ്യം സാത്താൻ നിങ്ങളുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിച്ച് അപകടകരമായ ചുറ്റുപാടിൽ ബലപ്രയോഗം നടത്തി നിങ്ങളുടെ ജീവന് പോലും ഹാനി വരുത്താൻ ആത്മീയമായും ശാരീരികമായും നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ ആ അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് മഹാശക്തിയോടെ നിങ്ങളെ രക്ഷിക്കുക എന്നതാണ്. മാലാഖമാരെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരത് ചെയ്തിരിക്കും. ഈ ദൗത്യവാഹകരായിട്ട് മാലാഖമാർ നമ്മുടെ കൂടെയുണ്ട്. ഗബ്രിയേൽ ദൂതൻ ദൂതുമായിട്ടുണ്ട്. മിഖായേൽ മാലാഖ ഉറയൂരിയ വാളുമായി പടച്ചട്ട ധരിച്ച് നമ്മളെ സംരക്ഷിക്കാൻ, ശാരീരികമായി ആത്മീയമായി സംരക്ഷിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മ പറയുവാണ്, 13-ാം ലയോ മാർപ്പാപ്പ എഴുതിയ ബന്ധന പ്രാർത്ഥന, വിശുദ്ധ മിഖായേലിൻ്റെ പ്രാർത്ഥന, സംരക്ഷണം യാചിക്കുന്നതിനായി ദിവസവും നിങ്ങൾ ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുക എന്ന് പ്രാർത്ഥിക്കണം. വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന 13-ാം ലയോ മാർപ്പാപ്പയ്ക്ക് ദിവ്യാനുഭൂതിയിൽ ദൈവാനുഭവങ്ങളിലൂടെ ലഭിച്ച പ്രാർത്ഥന, സ്വർഗം അംഗീകരിച്ച പ്രാർത്ഥനയാണെന്ന് അമ്മ മാതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നമ്മൾ തുടർന്നും ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല. വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കും. റാഫേൽ മുഖ്യദൂതനുള്ള കർത്തവ്യം മറ്റൊന്നാണ്. വഞ്ചന നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുന്ന മക്കൾ പല പാപകരമായ സാഹചര്യങ്ങളാലും മുറിവേൽക്കുന്നു. ആ ആധ്യാത്മിക മുറിവുകളെല്ലാം സുഖപ്പെടുത്താൻ ആവശ്യമായ ലേപനങ്ങളുമായാണ് നിങ്ങളെ ആ ദൈവദൂതൻ സമീപിക്കുന്നത്. ഹല്ലേലൂയ! ദൈവത്തിന് നന്ദി. സാറായെയും തോബിയാസിനെയും ഒക്കെ മീനിൻ്റെ ചങ്കും കരളും തൊട്ട് അതൊരു ഔഷധമായി കൊടുത്ത് ദൈവത്തിൻ്റെ ദൂത് അവരോട് പറഞ്ഞ് ആ സാറായെ 7 ഭർത്താക്കന്മാർക്ക് കൊടുത്തിട്ടും വലിയ വിനാശങ്ങൾ വന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിച്ച ദൈവത്തിൻ്റെ ദൂതൻ നമ്മുടെ അരികിലെയും നമ്മുടെ ആത്മീയവും ശാരീരികവുമായ സൗഖ്യത്തിൻ്റെ ലേപനവുമായിട്ട് നമ്മുടെ അരികിലുണ്ട്. ആ ദൂതൻ നമ്മളെ സഹായിക്കുമെന്നാണ് പരിശുദ്ധ അമ്മ ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഞാൻ നിർദ്ദേശിക്കുന്ന വഴികളിൽ നിങ്ങളോടൊത്ത് യാത്ര ചെയ്യുന്നതിനുള്ള ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! നമ്മൾ യാത്ര ചെയ്യുന്ന വഴികളിൽ നമ്മെ സംരക്ഷിക്കാൻ, നമ്മോടൊപ്പം യാത്ര ചെയ്യാൻ റാഫേൽ മാലാഖയുണ്ട്. അമ്മ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മ പറഞ്ഞാൽ മാലാഖമാര് കേൾക്കാതിരിക്കില്ല. മാലാഖമാരുടെ രാജ്ഞിയല്ലേ. അമ്മയോട് പറഞ്ഞിട്ടുള്ളത് ഈശോയല്ലേ. അപ്പോൾ അത് സംഭവിക്കുന്നുണ്ട്. പേടിക്കേണ്ട. ഏതൊരു യാത്രാവേളയിലും, ആത്മീയ യാത്രയിലും ഭൗതിക യാത്രയിലും കൂട്ടുവിളിക്കാൻ, റാഫേൽ മാലാഖയെ കൂട്ടുവിളിക്കാൻ, മുഖ്യദൂതനായ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന ചൊല്ലാൻ, ഗബ്രിയേൽ മാലാഖയോട് ദൂത് ആരായാൻ മറക്കരുത്. വഴിതെറ്റില്ല. എൻ്റെ വിമല ഹൃദയത്തിൽ എല്ലാം സമർപ്പിച്ച് ജീവിക്കുക. മാലാഖമാരോടൊപ്പം നിന്നുകൊണ്ട് അമ്മ നമ്മളെ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു എന്നാണ് അമ്മ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്.
എല്ലാവരും തുടർന്നുള്ള ദിവസങ്ങളിലും ഈ സന്ദേശങ്ങൾ ശ്രവിക്കണമേ. ഇത് ഞാൻ പറയുന്നതല്ല, ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കേണ്ട, പരിശുദ്ധ അമ്മ പറയുന്നത് കേൾക്കണമേ. ഈ 40 ദിവസത്തെ പ്രാർത്ഥന, പ്രായശ്ചിത്ത, പരിഹാര സൽപ്രവൃത്തികളിലൂടെ ടച്ച് ദ വേൾഡ് ത്രൂ പ്രയർ എന്ന മഹാ സംഭവം, ആ ആപ്തവാക്യം 40 ദിവസത്തേക്ക് മാത്രമല്ല, തുടർന്നും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആവേ മരിയ, ഹല്ലേലൂയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ആരാധന 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 ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ ആരാധനയുടെ സമയം വിടുതലിൻ്റെയും ദൈവിക ഇടപെടലിൻ്റെയും മണിക്കൂറാണ്. ആമേൻ. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇക്കാലം അത്രയും എന്നെ സംരക്ഷിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുന്ന അഭിഷേക സമയം. ആമേൻ. നീ ഇപ്പോൾ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ നീ ഉറപ്പിച്ചു, നീ ഒറ്റയ്ക്കല്ല. കോടാനുകോടി ജനതയുടെ പിൻബലത്താലാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇത് ദൈവം ഒരുക്കിയ അഭിഷേകത്തിൻ്റെ മണിക്കൂറാണ്. കരങ്ങൾ കൂപ്പി ഒരു നിമിഷം, ദൈവമേ, എൻ്റെ കുടുംബത്തിൽ നീ ഇടപെടണം. പ്രത്യേകിച്ച് ഈ സമയം നിന്റെ മനസ്സിൽ വരുന്ന പ്രാർത്ഥനകൾ ഈശോട് പറഞ്ഞ്, ഈശോട് പറ, ഈശോയെ, ഇന്ന വിഷയത്തിൽ നീ ഇടപെടണം. എൻ്റെ കുടുംബത്തിൽ നീണ്ട നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്ന ഈ വിഷയങ്ങളിൽ കർത്താവേ നീ ഇടപെടണം. ഒരുപക്ഷെ പ്രാർത്ഥിച്ചു മടുത്തവരായിരിക്കാം, ഇനി രക്ഷയില്ല എന്ന് കരുതിയിട്ടുള്ളവരാവാം. എന്നാൽ കർത്താവ് പറയുന്ന കാര്യം, നിന്നിൽ ഈ രാത്രി ഇടപെടുന്നു. ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്ന മേഖലകൾ ഈശോട് പറയുക, ഈശോട് പറയുക. പ്രിയപ്പെട്ടവരെ, പൗലോസും സീലാസും ചങ്ങലയിൽപ്പെട്ട് തടവറയിൽ കിടന്ന് അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വലിയ ഡെലിവറൻസ്, വിടുതൽ സംഭവിച്ചു. ഈ ആരാധന സമയം നിന്റെ കുടുംബത്തിന്റെ കെട്ടഴിക്കുന്ന അഭിഷേകത്തിന്റെ സമയമാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ ആ ബലം നമ്മുടെ വീടിന് ചുറ്റും കർത്താവ് വ്യാപരിക്കട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വചനം. ദൈവം ജോബിനും അവന്റെ വസ്തുവകകൾക്ക് ചുറ്റും സമ്പത്തിനു ചുറ്റും ഒരു വേലി കെട്ടി സ്ഥാപിച്ചു. ഓ ദൈവമേ, എന്റെ കുടുംബത്തിന്റെ വേലി ഏതെങ്കിലും വഴികളിൽ
തിന്മയുടെ വഴികളിലൂടെ എന്റെ കുടുംബത്തിന്റെ സ്വർഗീയ വേല് തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഈ രാത്രി വീണ്ടും പുതുക്കി പണിയണമേ. കരങ്ങൾ ഉയർത്തി ദാഹത്തോടെ ഈശോയേന്ന് വിളിച്ച് കണ്ണുനീരോടുകൂടെ കർത്താവേ ഇടപെടണമേ. അഭിഷേകത്തിന്റെ ആത്മാവ്, അഭിഷേകത്തിന്റെ പുത്തനാത്മാവ് നമ്മുടെ കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിലവിളിച്ച് ഈ സമയം നീ ആഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓ ദൈവമേ, ഓ ദൈവമേ, ആരാധന, 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 ആരാധന. അഭിഷേകത്തോടെ നമുക്കെല്ലാവർക്കും കയ്യെ കടിച്ച് സന്തോഷത്തോടുകൂടെ ദൈവശക്തി ശരീരത്തിൽ നിറയട്ടെ. നിൽക്കുന്ന അന്തരീക്ഷത്തിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. ആമേൻ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. പാടി പാടി ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആമേൻ, ആമേൻ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. പാടി പാടി ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി മാലാഖമാരോട് ചേർന്ന്, സ്വർഗവാസികളോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, നിന്റെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയിട്ടുള്ള പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഒരു നിമിഷം എല്ലാവരും ആഗ്രഹിച്ച് എന്റെ ഈശോ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ഓ ദൈവമേ, ഓ ദൈവമേ, കത്തിപ്പടരട്ടെ. അഭിഷേകത്തിന്റെ ആത്മാവ് കത്തിപ്പടരട്ടെ. ആമേൻ, ആമേൻ. കൈയടിച്ച് നന്നായിട്ട് കൈയടിച്ചേ. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ. ആമേൻ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ബന്ധനമഴിയും കെട്ടുകളണിയും ആരാധനയിങ്കൽ. കോട്ടകൾ തകരും ബാധകളൊഴിയും ആരാധനയിങ്കൽ. ബന്ധനമഴിയും കെട്ടുകളണിയും ആരാധനയിങ്കൽ. കോട്ടകൾ തകരും ബാധകളൊഴിയും ആരാധനയിങ്കൽ. ആരാധന, 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 കൈയൊക്കെ വീശിക്കൊണ്ടൊന്ന് പാടിക്കേ. ശരീരത്തിലേക്ക് ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് ശാരീരിക രോഗങ്ങളുള്ള വ്യക്തികളിലേക്ക് ഈ ആരാധന സമയം ഇതാ സൗഖ്യത്തിന്റെ ഒരു സമയമാണ്. നന്നായിട്ട് കൈവീശിക്കേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, ദൈവദൂത ഗണങ്ങളോട് ചേർന്ന്. ആമേൻ, ആമേൻ, ആമേൻ. ആരാധന, യേശുവേ. ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി ഈശോയെ എന്ന് വിളിച്ച് അഭിഷേകം കത്തിപ്പടരട്ടെ. അഭിഷേകം കത്തിപ്പടരട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ രാത്രി ഇടപെടട്ടെ. ഈ രാത്രി ഇടപെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യെസ്. മൺകുടമുടയും തീ കത്തിയിടും ആരാധനയിങ്കൽ. കൈകൾ അടിച്ച് രോഗം ക്ഷീണം മാറും ആരാധനയിങ്കൽ. മൺകുടമുടയും തീ കത്തിയിടും ആരാധനയിങ്കൽ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ച പോൽ ചങ്കല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ഇപ്പോൾ തന്നെ അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ച പോൽ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആമേൻ. ആരാധന, 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 ആമേൻ. ആരാധന, യേശുവേ, ആരാധന, ആരാധന. നമ്മൾ പ്രാർത്ഥിക്കുന്നു കൂട്ടായ്മയോട് ചേർന്ന്, ദൈവദൂത ഗണങ്ങളോട് ചേർന്ന് ഈ രാത്രി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, കൂട്ടായ്മയോട് ചേർന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്ന കോടാനുകോടി ദൈവജനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി രണ്ട് കരങ്ങളും ഉയർത്തി ഈശോയെ എന്ന് വിളിച്ച്
ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ഈ അഭിഷേക ആരാധന സമയത്ത് നമ്മുടെ കുടുംബത്തെ കർത്താവ് പുതുക്കിപ്പണിയാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ജോബിന്റെ പുസ്തകം 1:10, നിന്റെ കുടുംബത്തിൽ വീണ്ടും സംഭവിക്കപ്പെടട്ടെ. നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവം പണിത ആ സ്വർഗീയ വേലി, ഏതെങ്കിലും തിന്മയുടെ മേഖലയിലൂടെ ആ സ്വർഗീയ വേലി തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് വീണ്ടും അത് പുതുക്കി പണിയുന്ന അഭിഷേകത്തിന്റെ സമയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകൾ കൂപ്പി പരിശുദ്ധ അൾത്താരയെ നോക്കി നീ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നിന്റെ കുടുംബത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ദുരിതം അതേത് വിഷയത്തോട് ചേർന്നാണോ നീ ഒന്ന് സമർപ്പിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ചേ. എന്താണ് നിന്റെ കുടുംബത്തിൽ ഇന്ന് അനുഭവിക്കുന്ന സങ്കടം, ദുരിതം? അതേതാണോ ആ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ പരസ്പരം മനസ്സിലാക്കപ്പെടാത്തതിന്റെ ദുഃഖാവാം. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വിവാഹം എന്ന കൂദാശയിലോട് ഒരുമിച്ച് ചേർക്കപ്പെട്ട ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കപ്പെടാത്തതിന്റെ ദുഃഖം, ആ ദുഃഖം വെറുപ്പായി, നിരാശയായി, ദുഃഖമായി അവരെ വേട്ടയാടാം. ഈ സമയം പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. പരസ്പരം മനസ്സിലാക്കാനുള്ള ദൈവിക ശക്തി നൽകണമേ. ദൈവത്തിന്റെ ആത്മാവ് ആ വിഷയത്തിൽ ഇടപെടട്ടെ. എന്നെ ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ട് എൻ്റെ ജീവിതത്തിന്റെ നരകമാണല്ലോ എന്ന് ചിന്തിച്ച് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. കർത്താവ് പറയുന്നു, ആർക്കും നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് നിന്നെ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ അപ്പൻ എന്നെ മനസ്സിലാക്കാനും പറ്റുന്നില്ലല്ലോ, എൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ ജീവിത പങ്കാളിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, സ്നേഹിച്ചു വളർത്തിയ എൻ്റെ മക്കൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം നിന്റെ ഉള്ളിലുണ്ടാവാം. ഈ സമയം ഈശോ നിന്നോട് പറയുന്നു, ഈ ആരാധന നിന്നെ ഓർമ്മപ്പെടുത്തുന്നു, ഈ ഭൂമിയിൽ നിന്റെ കൂടെ ഈശോ ഉണ്ട്. ഈശോയ്ക്ക് നിന്റെ സങ്കടം അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഈശോ നിന്നെ ഉപേക്ഷിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇതൊരു വാഗ്ദാനമാണ്. നിന്റെ ജീവിതത്തിൽ ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും നിന്റെ കർത്താവ് നിന്നെ ഉപേക്ഷിക്കില്ല. ഒരുപക്ഷെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന കുറച്ചുപേരുടെ മനസ്സിൽ ഞാൻ ദൈവകൃപ സ്വീകരിക്കാൻ യോഗ്യയല്ലല്ലോ എന്നൊരു ചിന്തയുണ്ടാവാം. കാരണം ഇന്നലകളിൽ സംഭവിച്ചു പോയ പാപത്തിന്റെ, തഴക്കദോഷങ്ങളുടെ, തിന്മകളെ ഓർത്തുള്ള ദുഃഖം ഈശോ ഈ സമയം നിന്റെ ഉള്ളിൽ നിന്നും ഇന്നലകളിലൂടെ കൈപ്പേറിയ അനുഭവങ്ങളുടെ ഭാരം എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവസ്നേഹം നിറയുമ്പോൾ നിന്റെ ഉള്ളിലുള്ള ഇന്നോളമുള്ള കൈപ്പേറിയ ഭാരങ്ങൾ ദൂരെ അകറ്റപ്പെടും. ഓ ദൈവമേ, ഈ ആരാധന സമയം അത്ഭുതകരമായിട്ട് എന്നിൽ ഇടപെടണമേ. അത്ഭുതകരമായി വിടുതലിലേക്ക് എന്നെ നയിക്കണമേ. സാധിക്കുന്ന എല്ലാവരും ഒന്ന് മുട്ടുകുത്തി രണ്ട് കരങ്ങൾ ശിരസിൽ ഒന്ന് കമഴ്ത്തി വെക്കുക. കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ഹെഡ് ആൻഡ് ക്ലോസ് യുവർ ഐസ്. മുട്ടുകുത്തുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അനുതാപത്തിന്റെ ഒരു അടയാളമാണ്. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലെ സ്നേഹത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കും പ്രവൃത്തിയും ചിന്തകളും, ഓ ദൈവമേ മാപ്പ് നൽകണം. കർത്താവേ, നിന്റെ കരുണ കൊണ്ട് എൻ്റെ കുടുംബത്തിന്റെ
കൃപയാക്കി മാറ്റണം. ഈ രാത്രി നീ ഇടപെടണം. ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ ഇടപെടട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ ഇടപെടട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് നിനക്കറിയാവുന്നതുപോലെ ഒരല്പസമയം ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് അതൊരു വിടുതലായും സൗഖ്യമായി മാറ്റും. ഇത്ര ദൂരം കാതമകലെയാണെങ്കിലും ദൈവാലയത്തിൽ നിന്നും നീ ആയിരിക്കുന്ന സ്ഥലത്തേക്ക്, സാഹചര്യങ്ങളിലേക്ക് ഇതാ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരികയാണ്. അതൊരു വിടുതലാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ, നന്നായിട്ട് പ്രാർത്ഥിച്ചേ, സ്തുതിച്ചേ. ഭാഷാപരത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്നവര് അത് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചേ. നാവിന്റെ കെട്ട് കർത്താവ് അഴിക്കട്ടെ. നാവിന്റെ കെട്ട് കർത്താവ് അഴിക്കട്ടെ. അഭിഷേകത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. കൃപയ്ക്കുമേൽ കൃപ, കൃപയ്ക്കുമേൽ കൃപ. ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ. മരവിച്ച മനസ്സുകളെ കർത്താവ് സ്പർശിക്കുന്നു. ആരാധന, 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 ആരാധന. നിരാശയും ദുഃഖവും കർത്താവ് എടുത്തു മാറ്റട്ടെ. ആരാധന, 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 ആരാധന. എനിക്കിങ്ങനെ പറ്റിപ്പോയല്ലോ എന്നുള്ള ദുഃഖം കർത്താവ് എടുത്തു മാറ്റുന്നു. നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ, വ്യാപരിക്കപ്പെടട്ടെ. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇടതുകരം നെഞ്ചോട് ചേർത്ത് വലതുകരം ദാ ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് നിങ്ങൾ എവിടെ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്നെങ്കിൽ നീ ഓർത്തോ, ഇത് കർത്താവ് ഇടപെടുന്ന ഒരു സമയമാണ്. കർത്താവ് നിന്നിൽ ഇതാ ഈ സമയം തന്നെ ഇടപെടുകയാണ്. പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യത്തില് മാലാഖയിലൂടെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിച്ച ഒരു മാപ്പപേക്ഷ പ്രാർത്ഥനയുണ്ട്. നീ ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ചോ. സുന്ദരമായ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ തന്നെ നിന്റെ കുടുംബത്തില് കാണപ്പെടുന്ന ഒരടയാളം, ഒരത്ഭുതം കർത്താവ് സമ്മാനിക്കട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചോ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു, ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെക്കുമ്പോ ചില കുടുംബത്തില്, നിന്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ട ചിലരുടെ മുഖം തെളിഞ്ഞു വരാം. പള്ളി പോകാതെ, പ്രാർത്ഥിക്കാതെ, ദൈവവിചാരമില്ലാതെ ചില തഴക്കദോഷങ്ങളിൽ പെട്ട് കഴിയുന്ന നിന്റെ കുടുംബത്തിലെ ചില വ്യക്തികളുടെ മുഖം പരിശുദ്ധാത്മാവ് ഓർമ്മയിൽ നൽകും. നീ ആ വ്യക്തികളെയൊക്കെ മനസ്സിൽ ഇത് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് വ്യക്തിയിൽ ഇടപെടട്ടെ. പറ്റുമെങ്കിൽ ആ വ്യക്തികളുടെ പേരുകളൊക്കെ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ഇടപെടട്ടെ. അഭിഷേകത്തിന്റെ വലിയൊരു ശക്തി വ്യാപരിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് അവിശ്വസ്തതയുടെ കുടുംബജീവിതം നയിക്കുന്ന, തെറ്റായ ബന്ധങ്ങളിൽ കഴിയുന്ന എല്ലാ കെട്ടുകളും കർത്താവ് ഈ രാത്രി അഴിക്കട്ടെ. തഴക്കദോഷങ്ങളുടെ കെട്ടുകൾ കർത്താവ് അഴിക്കട്ടെ. മദ്യപാനത്തിന്റെ തിന്മയുടെ മേഖലയുള്ള കുടുംബങ്ങളെ കർത്താവ് അഴിക്കട്ടെ. പൈശാചിക പീഡകൾ, പാരമ്പര്യ രോഗങ്ങൾ മൂലം കഷ്ടതയിലായിരുന്ന കുടുംബങ്ങളെ കർത്താവ് അഴിക്കട്ടെ. കർത്താവ് ഈ സമയത്ത് ഇടപെടുന്നു. നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. വിവാഹമോചനത്തെ കുറിച്ച് ചിന്തിക്കുന്നവരിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടട്ടെ. ജീവിതത്തിൽ ഇനി രക്ഷയില്ല, ആത്മഹത്യ മാത്രമെന്ന് ചിന്തിക്കുന്ന സഹോദര സഹോദരി, നിന്റെ മേൽ കർത്താവ് ഇടപെടുന്നു. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കിടപ്പ് രോഗികളുടെ മേൽ കർത്താവ് ഇടപെടട്ടെ. അവരെ ശുശ്രൂഷിക്കുന്നവരുടെ മേൽ കർത്താവ് ഇടപെടട്ടെ. എന്റെ സഹനമാർക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തോടെ ജീവിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. രണ്ട് കൈകളും ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, ആരാധന, 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 ആരാധന.
ദൈവത്തിന്റെ ആത്മാവ് ജ്വലിപ്പിക്കട്ടെ, ജ്വലിപ്പിക്കട്ടെ, ജ്വലിപ്പിക്കട്ടെ. ആരാധന, 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 ആരാധന. ദൈവത്തിന്റെ ആത്മാവ് ജ്വലിക്കട്ടെ. ആമേൻ, ആമേൻ. ഈശോ എന്നെ തൊടണേ. യെസ്, ഈ സമയം ഈശോ എന്നെ തൊടണേ. എന്നെ തൊടണം. എന്റെ ഈശോ എന്നെ തൊടണം. എന്നെ തൊടണേ. ആമേൻ. എന്റെ ഈശോ എന്നെ തൊടണം. എന്നെ തൊടണേ. യേശുവേ. എന്റെ ഈശോ ആമേൻ. എന്നെ തൊടണേ. പ്രൈസ് ദി ലോർഡ്. ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവ് ഒരുക്കിയ സമയമാണ്. 40 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പരിത്യാഗ പ്രവർത്തികളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന അത്ഭുതങ്ങളുടെ 13ാം ദിനത്തിലാണ്. ഈ ദിനങ്ങൾ മുഴുവൻ, ഇനി വരാൻ പോകുന്ന 27 ദിനങ്ങൾ, ഇത് നിന്റെ ജീവിതത്തിൽ നീ കാണാത്ത ദൈവിക ഇടപെടലുകൾ അനുഭവിക്കാനുള്ള സ്വർഗം തുറക്കുന്ന സമയം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ശുശ്രൂഷയിൽ മുടങ്ങാതെ ഈ ദിനങ്ങൾ പങ്കെടുക്കാൻ ഒരു തീരുമാനം ഉറപ്പിക്കണം. പിശാച് ശക്തനാവും. പല തരത്തിലുള്ള ഉപായ പ്രവർത്തികൾ കൊണ്ടുവന്ന് നിന്നെ വഴിതെറ്റിക്കും. പക്ഷെ നീ തീരുമാനിക്കണം, എന്ത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഉറപ്പ്, എൻ്റെ കുടുംബത്തിന്റെ അഭിഷേകം നിലനിൽക്കാൻ കടന്നു വരുന്ന 27 ദിനങ്ങളിൽ ഞാൻ പങ്കെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാധിക്കുമെങ്കിൽ കണ്ടുമുട്ടുന്നവരോട്, അതോടൊപ്പം തന്നെ ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മുടെ ഈ ശുശ്രൂഷയെക്കുറിച്ച് അനേകരെ അറിയിക്കുക. ഇതൊരു വലിയൊരു സുവിശേഷ ശുശ്രൂഷയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളിലൂടെ സംഭവിക്കപ്പെടേണ്ട ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കൈകൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിച്ചേ. പ്രത്യേകിച്ച് ഈ ഷെയ്ഖാന ചാനലിലൂടെ ലോകമെമ്പാടും ദൈവത്തിന്റെ വചനം അഭിഷേകമായിട്ട് കടന്നിയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെ അഭിഷേകം ജ്വലിപ്പിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ആനന്ദിക്കും. പ്രത്യേകിച്ച് മാധ്യമ ശുശ്രൂഷ മേഖല മുഴുവൻ അഭിഷേകത്തിൽ, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിന്ന് ജ്വലനം ലോകമെമ്പാടും കത്തിപ്പടരാൻ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ഒരു നിമിഷം നിങ്ങളുടെ പ്രാർത്ഥന ഈ ആലയത്തിൽ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഉണ്ടാവണം. ഇവരുടെ കുടുംബങ്ങൾ, ഇവരുടെ ജീവിത വഴികൾ, ഇവരുടെ ആത്മീയ വഴികൾ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് മാധ്യമ മേഖലയിലുള്ളവർക്ക്, നമ്മുടെ പ്രിയപ്പെട്ട ഷെയ്ഖാന ചാനലിനും ശുശ്രൂഷകരും ദിവസവും അഭിഷേകത്താൽ ജ്വലിപ്പിക്കപ്പെടാൻ, സ്നേഹത്തിൽ ചേർത്ത് നിർത്തപ്പെടാൻ വേണ്ടി എന്നും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു തീരുമാനം, ഒരു സുവിശേഷ ശുശ്രൂഷയുടെ തീരുമാനം ഏറ്റെടുത്തുകൊണ്ട് അടുത്ത ദിനങ്ങൾ അഭിഷേകത്തിന്റെ ഒരു പുത്തൻ പന്തക്കുസ്തയം മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോവാണ്. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഉറപ്പിച്ചോ, ഇതെന്റെ മേൽ മാത്രമല്ല, എന്റെ കുടുംബത്തിന്റെ മേൽ, എന്റെ ദേശത്തിന്റെ മേൽ എന്റെ കർത്താവ് നൽകുന്ന ആശീർവാദം. ഇന്നിൽ കർത്താവ് ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ കൂപ്പി ഈശോയെ നോക്കി നമ്മൾ ആദ്യം പറഞ്ഞ നിയോഗങ്ങളെ ഓർത്തും നമ്മുടെ ശുശ്രൂഷകൾ ഓർത്തും കുടുംബങ്ങൾ, തകർന്ന കുടുംബങ്ങളെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയും ആഗ്രഹിച്ച് അല്ല സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. യേശുവേ, മക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9461178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.